ഹായ് മക്കളെ, യെസ്, ഓക്കെ, ഓൾ സെറ്റ്. അപ്പൊ എന്തായാലും എല്ലാ കുഞ്ഞുമക്കളും ഫുൾ അറേഞ്ച്ഡ് ആയിട്ട് വെൽ അറേഞ്ച്ഡ് ആയിട്ട് തന്നെ ഇരിക്കുക. നമുക്ക് അധികം ടൈം കളയണ്ട, തീർച്ചയായിട്ടും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ഓക്കെ ആണ്, എല്ലാവരും റെഡി ആണെങ്കിൽ സ്ക്രീനിൽ ഒരു ഡബിൾ തംസ് അപ്പ് വന്നേ പോരട്ടെ. ഓക്കെ, സൂപ്പർ, അടിപൊളി. ഓക്കെ, സോ എല്ലാ കുഞ്ഞുമക്കളും നമുക്കൊന്ന് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സോ എല്ലാ കുഞ്ഞുമക്കളും ജസ്റ്റ് ഹോൾഡ് യുവർ സ്പൈൻസ് സ്ട്രെയിറ്റ്, നട്ടെല്ലാം നിവർത്തിയിരിക്കുക. ഓക്കെ, then hold your hands on your chest. കൈകൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുക എല്ലാ കുഞ്ഞുമക്കളും. ഓക്കെ, ഫുള്ളി റിലാക്സ്ഡ് ആയിട്ട് കണ്ണുകൾ അടച്ച് ഫുള്ളി റിലാക്സ്ഡ് ആയിട്ട് മൈൻഡിലുള്ള എല്ലാ നെഗറ്റീവ് തോട്ട്സും മാറ്റി വെച്ച് ഓക്കെ ഫുൾ പോസിറ്റീവ് എനർജിയോട് കൂടി തന്നെ എല്ലാ കുഞ്ഞുമക്കളും പാരൻസും ഒരു ഡീപ്പ് ബ്രീത്ത് എടുക്കുക. സ്ലോലി റിലാക്സ് ചെയ്യുക. വൺസ് അഗെയിൻ ടേക്ക് എ ഡീപ് ബ്രീത്ത്. എല്ലാ കുഞ്ഞുമക്കളും പയ്യെ റിലാക്സ് ചെയ്യുക. മൈൻഡിൽ മുഴുവൻ ഒരു പോസിറ്റീവ് എനർജി നിറച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു സെഷനിൽ തീർച്ചയായിട്ടും ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് ഒക്കെ നമുക്ക് എടുക്കാനുണ്ട് അല്ലേ. തീർച്ചയായിട്ടും ഒരു വലിയൊരു ചേഞ്ച് നമ്മളെ സ്റ്റഡി മെത്തേഡുകളിലും നമ്മൾ ഇനിയിപ്പോൾ എക്സാമിനെ ഫേസ് ചെയ്യാൻ പോകുമ്പോൾ നമ്മളുടെ മെൻറ്റാലിറ്റിയിലൊക്കെ വരേണ്ടതായിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതൊരു തീർച്ചയായിട്ടും ഒരു ഒരുക്കം, ഒരു പ്രിപ്പറേഷൻ തന്നെയാണ്. സോ ഇന്നത്തെ ഈ ഒരു സ്മൈൽ പ്രോഗ്രാം എല്ലാവരുടെയും ലൈഫിലേക്ക് വളരെ വലിയ ഒരു സ്മൈലിലേക്കുള്ള നമ്മളുടെ റിസൾട്ട് എന്ന് പറയുന്ന നമ്മൾ അച്ചീവ് ചെയ്യാൻ പോകുന്ന വലിയൊരു അച്ചീവ്മെൻറ്റിലേക്കുള്ള ഒരു വലിയ സ്മൈലിൻ്റെ ബിഗിനിങ് തന്നെ ആവട്ടെ ഇന്നത്തെ ഈ ഒരു സ്മൈൽ പ്രോഗ്രാം സെഷൻ. എല്ലാ കുഞ്ഞുമക്കളും ഒരു ഡീപ് ബ്രീത്ത് കൊണ്ട് എടുക്കുക, പയ്യെ റിലാക്സ് ചെയ്യുക. നിങ്ങളുടെ പാരൻസും കുഞ്ഞുമക്കളൊക്കെ ആ ഡ്രീംസ് ഒന്ന് മൈൻഡിൽ വിഷ്വലൈസ് ചെയ്യുക, ഇമാജിൻ ചെയ്യുക. ആ ഡ്രീംസ് ഒക്കെ 1 by 1 ആയിട്ട് നമുക്ക് അച്ചീവ് ചെയ്യണം അല്ലേ. ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് വരും, ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാവും, വാട്ട് എവർ. അതിനെയെല്ലാം ഏറ്റവും മികച്ച പോസിറ്റീവ് വൈബോട് കൂടി തന്നെ, പോസിറ്റീവ് എനർജിയോട് കൂടി തന്നെ നമ്മളുടെ ഡ്രീംസ് എല്ലാം നമ്മൾ അച്ചീവ് ചെയ്തിരിക്കും എന്നൊരു കോൺഫിഡൻസ് മൈൻഡിൽ ഡെവലപ്പ് ചെയ്യുക. ഇനിയുള്ള ഓരോ ഡേയ്സും ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് നമ്മൾ യൂസ് ചെയ്യും, ഏറ്റവും ഹാപ്പിനെസ്സോട് കൂടി തന്നെ ഇരുന്ന് പഠിക്കും, എക്സ്പ്ലോർ ചെയ്ത് എൻജോയ് ചെയ്ത് ഇഷ്ടപ്പെട്ട് തന്നെ ഇരുന്ന് നമ്മൾ ഓരോ കാര്യങ്ങളും പഠിക്കും. ആ കോൺഫിഡൻസോട് കൂടി തന്നെ എല്ലാ കുഞ്ഞുമക്കളും ഒരു ഡീപ് ബ്രീത്ത് കൊണ്ട് എടുക്കുക, സ്ലോലി റിലാക്സ് ചെയ്യുക. കുഞ്ഞുമക്കൾ എല്ലാവരും പാരൻസിനെയൊക്കെ ഒന്ന് മനസ്സിലോർക്കുക, നിങ്ങളെ ഇതുവരെ പഠിപ്പിച്ച എല്ലാ ടീച്ചേഴ്സിനെയും മനസ്സിലോർക്കുക. പാരൻസ് എല്ലാവരും നിങ്ങളുടെ മക്കളെ ഒന്ന് മനസ്സിലോർക്കുക. എല്ലാവരുടെയും മൈൻഡിൽ, പ്രത്യേകിച്ച് കുഞ്ഞുമക്കളുടെ മനസ്സിൽ ഗ്രാറ്റിറ്റ്യൂഡ്, ആ ഫീലിംഗ് എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം. പാരൻസിനോടൊക്കെ എന്നും ഗ്രാറ്റിറ്റ്യൂഡ്, നിങ്ങളെ ഇതുവരെ പഠിപ്പിച്ച എല്ലാ ടീച്ചേഴ്സിനോടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ മൈൻഡിൽ വെക്കുക. ആ ബ്ലെസ്സിങ്സ് മതി തീർച്ചയായിട്ടും ഏറ്റവും മികച്ച സ്കോറിലേക്കും ഏറ്റവും മികച്ച റിസൾട്ടിലേക്കും ഏറ്റവും മികച്ച ഡ്രീം, നമ്മൾ ആഗ്രഹിച്ച ഡ്രീമുകളിലേക്കും നമ്മൾ എത്താനായിട്ട്. സോ എല്ലാ കുഞ്ഞുമക്കളും ഒരു ഡീപ് ബ്രീത്ത് കൊണ്ട് എടുക്കുക, പയ്യെ റിലാക്സ് ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാഴ്ച മനസ്സിൽ കാണാം, വാട്ട് എവർ ഇറ്റ് ഈസ്, എന്ത് വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ. നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കാഴ്ച കൂടി മനസ്സിൽ കാണാം. ആ ഹാപ്പിനെസ്സോട് കൂടി, ആ സന്തോഷത്തോടു കൂടി സ്ക്രീനിൽ നോക്കി അടിപൊളി സ്മൈലോട് കൂടി എല്ലാ കുഞ്ഞുമക്കളും സൂപ്പർ സ്മൈൽ, കമോൺ, എവിടെ പോരട്ടെ, ആ ചിരിയൊക്കെ അങ്ങോട്ട് പോരട്ടെ, സ്മൈലോട് കൂടി ഇരുന്നാൽ മതി, സന്തോഷത്തോടു കൂടി ഇരുന്നാൽ മതി. ഓക്കെ, സോ നമ്മൾ ഇന്നത്തെ നമ്മളുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ ഈ സെഷൻ എടുക്കാനായിട്ട്, ഈ സെഷൻ കണ്ടക്ട് ചെയ്യാനായിട്ട് ഇന്നിവിടെ എത്തിയിരിക്കുന്നത് മെന്റർ ബി കെ ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളുടെ സിബി സാറാണ്. സോ സിബി സാറിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഓക്കെ, സിബി സാർ ബൈ പ്രൊഫഷൻ ഹിസ് എ ഡോക്ടർ ആൻഡ് ഓഫ് കോഴ്സ് സിബി സാറ് കഴിഞ്ഞ 25 years ആയിട്ട് ഒത്തിരി കുഞ്ഞുമക്കൾക്കൊക്കെ ഒരുപാട് ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുന്ന സാറാണ്. മോർ ദാൻ 500 സ്കൂൾസിലൊക്കെ സാറ് ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ആക്ച്വലി എക്സാംസ് എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് പേർക്ക്, കുറേ ആൾക്കാർക്ക് പേടി ഉണ്ടാവും, കുറേ ആൾക്കാർക്ക് പേടിയൊന്നും ഇല്ലാതെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. വാട്ട് എവർ, സ്ട്രാറ്റജിക്കലി എങ്ങനെയാണ് നമ്മൾ ആ എക്സാംസിനെ ഫേസ് ചെയ്യാൻ പോകുന്നത്, നിങ്ങളുടെ മുൻപിലേക്ക് ഞാൻ സിബി സാറിനെ ഇൻവൈറ്റ് ചെയ്യാണ്. ആൻഡ് ഒരു 1 minute, ജസ്റ്റ് ഒരു 30 seconds വീഡിയോ ഓഫ് ആയിരിക്കും. സാറ് വന്നതിന് ശേഷം നമ്മളുടെ സെഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. സാർ ഇപ്പോൾ ജോയിൻ ചെയ്യും നിങ്ങളായിട്ട്. ഓക്കെ ആണ്, സെറ്റ് ആണ്. ഇന്നത്തെ സെഷൻ സ്മൈലോട് കൂടി അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ once again double thumbs up on the screen. Okay, super. ഒരു 30 seconds വീഡിയോ ഓഫ് ആയിരിക്കും. സാറ് നിങ്ങളിലേക്ക് ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.
ഹലോ, ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെല്ലാവരെയും ഓൺലൈനിലാണെങ്കിലും കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. അടുത്ത 55 മിനിറ്റ് നമ്മൾ തമ്മിൽ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമൊന്നും അല്ലാട്ടോ സംസാരിക്കാൻ പോകുന്നത്. വളരെ രസകരമായിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംവദിക്കാൻ പോവാണ്. നിങ്ങൾക്ക് ഒട്ടും ബോറടിക്കാതെ. റെഡിയാണോ? റെഡി? മൊത്തം 10 ഗെയിം കളിക്കും നമ്മൾ. ആഹാ, 10 ഗെയിം കളിക്കും. അതിൻ്റെ ഒപ്പം 10 ടിപ്സും പഠിക്കും, പിന്നെ 10 കാര്യങ്ങളും പഠിക്കും. അങ്ങനെ 30 കാര്യങ്ങൾ പഠിച്ച് നമ്മൾ ഈ സെഷൻ തീർക്കും. അപ്പോൾ ഫസ്റ്റ് ഗെയിം റെഡി? റെഡിയാണോ? 0 to 100 എത്ര 9 ഉണ്ടെന്ന് പറയാമോ? 9, 19. ഞാൻ ഒരാളെ കൈ പൊക്കിയാൽ അയാളെ അൺമ്യൂട്ട് ചെയ്ത് തരാം. 9, 19, 28, 38 അങ്ങനെ 9, 19, 29, 39, 49 അങ്ങനെ 0 to 100 വരെ എഴുതുമ്പോൾ എത്ര 9 ഉണ്ടെന്ന് ആരാ പറയാൻ പോണേ? മോഹ, അയാൻ. അയാൻ പറയൂ, കേക്കട്ടെ. എത്രയുണ്ട്? 9. റോങ് ആൻസർ. ഇനി വേറെ ആരെങ്കിലും പറയാറുണ്ടോ? 0 മുതൽ 100 വരെ എഴുതുമ്പോൾ എത്ര പ്രാവശ്യം 9 എന്ന് പറഞ്ഞ നമ്പർ ആവർത്തിക്കുന്നുണ്ട്? ആര് പറയും? ഹാഫീസ് പറ. ക്ലിക്ക് ചെയ്ത ആളെ 10. റോങ് ആൻസർ. വീണ്ടും തെറ്റായ ഉത്തരം. ഇനി ആരാ പറയാൻ പോണേ? ട്വിൻസ് പറയൂ. ട്വിൻസ്. പിന്നെ എണ്ണി ശരിയായി. വേഗം പറഞ്ഞു. എത്രയുണ്ട്? 1 മിനിറ്റ് ഒന്നും പറ്റില്ല. വേഗം പറഞ്ഞു. 19. വളരെ തെറ്റായ ഉത്തരം. അതും തെറ്റാ. ഇനി നമുക്ക് പറയാനുള്ളത് ആർഷൻ സി ബെനി. പറയൂ. അതിന്റെ മോൾ അതന്നെ. ആർഷൻ പറയൂ. 11. ആർഷൻ, കൺഗ്രാലേഷൻ. പൊട്ടോത്തരം. അതും തെറ്റിപ്പോയി. ഇനി ഞാൻ പറയാം. പ്രിയപ്പെട്ടവരെ, 9 0 മുതൽ 100 വരെ എഴുതുമ്പോൾ 9 എത്ര പ്രാവശ്യം ഉണ്ടെന്ന് അറിയാം? 20 പ്രാവശ്യമുണ്ട്. 20 പ്രാവശ്യം. 9, 19, 29, 39 എണ്ണി 69, 79 കഴിഞ്ഞപ്പോൾ 90, 89 കഴിഞ്ഞപ്പോൾ 90, 91, 92. അതിലൊക്കെ 9 ഉണ്ട്. അത് മറന്നുപോയില്ലേ? 96, 97, 98 കഴിഞ്ഞ് 99 ആയപ്പോൾ 2 9 ഉണ്ടായിരുന്നു. അത് മറന്നുപോയവരാണ് 19 നിർത്തിയത്. സോ ദിസ് ഗെയിം give you a message that there is something very clear in front of our eyes, but we fail to see that. നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ കാണാവുന്ന കുറേ നല്ല കാര്യങ്ങളുണ്ട്, പക്ഷെ അത് നമ്മുടെ കണ്ണിൽ പെടുന്നില്ല. ഒരു സ്റ്റുഡന്റ് എന്ന നിലയിൽ നമ്മളുടെ പഠനത്തിലും ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളുണ്ട്. കാണേണ്ട ചില കാര്യങ്ങൾ നമ്മൾ കാണുന്നില്ല. അതെങ്ങനെ കാണാമെന്നുള്ള ടിപ്സാണ് ഞാൻ ഇന്നത്തെ സെഷനിൽ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ടിപ്പ് നമ്പർ 1. സയൻസ് അഥവാ ശാസ്ത്രം പറയുന്നത് എന്താണെന്നറിയാമോ? ഇന്ന് പഠിച്ച കാര്യങ്ങൾ 48 മണിക്കൂറിനകം അഥവാ 2 ദിവസത്തിനകം ഒരു പ്രാവശ്യവും കൂടെ ഒന്ന് റിവൈസ് ചെയ്യണം. ഈ 48 മണിക്കൂറിനകം റിവൈസ് ചെയ്തത് ഒരാഴ്ചയ്ക്കുള്ളിൽ ഒരിക്കൽ കൂടി റിവൈസ് ചെയ്യണമെന്ന്. ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ റിവൈസ് ചെയ്തത് 1 മാസത്തിനുള്ളിൽ ഒരു പ്രാവശ്യം കൂടി റിവൈസ് ചെയ്താൽ പിന്നെ അത് ഓർമ്മയിൽ നിന്ന് പോകില്ല എന്ന്. ഇവിടെ ചിലരൊക്കെ ചിരിക്കുന്നുണ്ട് കേട്ടോ. ആഗ്നസ് എന്നെ മനസ്സിൽ ചിരിക്കുക. പിന്നെ ഇവിടെ 1 പ്രാവശ്യം പഠിക്കാൻ സമയമില്ല. സീനത്തും ചിരിക്കുന്നുണ്ട്. 1 പ്രാവശ്യം പഠിക്കാൻ സമയമില്ല, പിന്നെയാണ് 4 പ്രാവശ്യം പഠിക്കണേന്ന്. ആദ്യത്തെ പ്രാവശ്യം പഠിക്കാൻ അരമണിക്കൂർ എടുത്താൽ രണ്ടാമത്തെ പ്രാവശ്യം പഠിക്കാൻ 15 മിനിറ്റ്, പിന്നെ പഠിക്കാൻ 5 മിനിറ്റ്, 4ാമത്തെ പ്രാവശ്യം നോക്കുമ്പോൾ ഒറ്റ നോട്ടം നോക്കിയാൽ മതി. ഇത് ശാസ്ത്രം പറയുന്നതാണ്. 4 വായനയിൽ ഈ സാധനം മനസ്സിരിക്കുമെന്ന്. സമയം കിട്ടുമെന്ന് ട്രൈ ചെയ്തു. പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾ 2ാം ദിവസം, ആഴ്ചയിലൊരിക്കൽ, മാസത്തിലൊരിക്കൽ, തീർന്നു. 4 റീഡിങ്ങിൽ പിന്നെ നിങ്ങളുടെ മനസ്സിൽ നിന്നും അത് പോകാതെ നിൽക്കും. സാധ്യമെങ്കിൽ ഈ ടെക്നിക്ക് പ്രയോഗിക്കുക. ദിസ് ഇസ് ടെക്നിക് നമ്പർ 1. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ മനസ്സിൽ ഇഷ്ടപ്പെട്ട് പഠിച്ചതെല്ലാം ഇതിൻ്റെ അത് ഇഷ്ടപ്പെട്ട് പഠിച്ചതെല്ലാം ഇതിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. ഇഷ്ടപ്പെട്ട് കണ്ടതെല്ലാം ഇതിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. കഷ്ടപ്പെട്ട് കണ്ടതൊന്നും ഇരിക്കുന്നില്ല. ഞാൻ വേണേ എക്സാമ്പിൾ പറയാം. വാട്ട് ഈസ് ജാവ? അനന്യ, വാട്ട് ഈസ് ജാവ എന്ന് ചോദിച്ചാൽ എന്ത് പറയാം അനന്യ? അനന്യ എന്ത് മറുപടി പറയും? അറിയാൻ പാടില്ല. ആരാ മറുപടി പറയാൻ പറയാം? ജാവ. തമാശ ചോദ്യം കേട്ടോ, സീരിയസ് ക്വസ്റ്റൻ ഒന്നുമല്ല. ആരാ മറുപടി പറയാൻ പോണേ? വാട്ട് ഈസ് ജാവ എന്ന് ചോദിച്ചാൽ അദ്വൈത് പറ. അദ്വൈത്, ജാവ സിമ്പിൾ മാത്രമാണോ അദ്വൈതേ? പിന്നെന്തും കൂടിയാ? അല്ലല്ല, ജാവ സിമ്പിൾ മാത്രമല്ല, ജാവ പവർഫുളും കൂടെ അല്ലേ? റൈറ്റ്. 7.5 വർഷം മുമ്പ് ഇറങ്ങിയ മലയാള സിനിമയാണ് പ്രേമം. ആ പ്രേമത്തിൽ ഒരു സാറ് ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞതാണ് ജാവ സിമ്പിളാണ്, ജാവ പവർഫുൾ ആണ്. പക്ഷെ നമ്മളിപ്പോഴും ഓർത്തിരിക്കുന്നുണ്ട്. ഇനി അടുത്ത ചോദ്യം ചോദിക്കാം. ആ ചോദ്യത്തിന് 4 ചോയ്സ് ഉണ്ട്. ചോയ്സ് നമ്പർ 1 ഷിബു, രണ്ടാമത്തെ ചോയ്സ് തോമസ്,
മൂന്നാമത്തെ ചോയ്സ് ദിനേശൻ, നാലാമത്തെ ചോയ്സ് പീതാംബരൻ. ചോദ്യം ഇതാണ്, നീ പോ മോനെ ഡാഷ്. എന്താ ഉത്തരം? എന്താ ഉത്തരം? സംശയമൊന്നുമില്ല. എന്താ ഉത്തരം? ആഗ്നസ് എന്താ ഉത്തരം? നീ പോ മോനെ അല്ല, പീതാംബരൻ എന്നല്ലേ? നീ പോ മോനെ ഷിബു എന്നല്ലേ? അല്ല അല്ല, ഇവിടെ ഇരിക്കുന്ന 17 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് 99 വയസ്സിൽ ചോദിച്ചാലും നീ പോ മോനെ എന്ന് ചോദിച്ചാൽ ദിനേശ എന്ന് പറയും. ശരിയല്ലേ? കാരണം നമുക്ക് അപ്പം മോഹൻലാലിന് ഓർമ്മ വരും, നമുക്ക് സിനിമ ഓർമ്മ വരും. നമ്മൾ ഇഷ്ടപ്പെട്ട് പഠിച്ചതാ, അത് ഇഷ്ടപ്പെട്ട് പഠിച്ചതാ. നിങ്ങൾ ജനിക്കുന്നതിനും 24 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു സിനിമയിലെ ഒരു ഡയലോഗിന്റെ ഒരു കഷ്ണം പറയാം. ആദിത്യനാരായണൻ എനിക്ക് അതിന് ഉത്തരം തരാം. ആ സിനിമ ഏതാണ്? അയ്യോ, നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ വന്ന സിനിമയാ. പക്ഷെ ആദ്യത്തിന് ഉത്തരം പറയും, എനിക്ക് ഉറപ്പാ. ഡയലോഗ് പറയാൻ പോവാട്ടോ. 7 7 9 9 അടിച്ചു പോണേ. ഇത് ഏത് സിനിമയാ? അയ്യോ രക്ഷയില്ല. ആരാ പറയാൻ പോണേ? അയ്യോ, ഹന്ന ചിരിക്കുന്നുണ്ട്. ഹന്നയ്ക്ക് ഉത്തരം കറക്റ്റ് അറിയാം. പറ ഹന്ന, എന്താ ഉത്തരം? ആരെങ്കിലും അടിച്ചു, കുഴപ്പമില്ല. ആരാ പറയാൻ പോണേ? സയ്യ പറയൂ. ഓർമ്മയുണ്ടോ ആ സിനിമ? ആർക്കും ഓർമ്മയില്ലേ? എല്ലാവരും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അവിടെ. ഫായിസിന് ഓർമ്മയുണ്ട്, അഭയ് ഷൈന് ഓർമ്മയുണ്ട്. എല്ലാരും ഡാറ്റ കാണിക്കുന്നുണ്ട്. പറഞ്ഞോ. ആരെങ്കിലും ഒരാൾ പറ. 8th സ്റ്റാൻഡേർഡ് പോരട്ടെ? പറഞ്ഞോ. സഫ്വാൻ പറ, സിനിമ ഏതാ? കിലുക്കം. ഇവിടെ ഇരിക്കുന്ന 90% 100% അറിയാം സിനിമ കിലുക്ക. കാരണം അടിച്ചു മോളെ ഇന്നസെന്റ് ലോട്ടറി അടിക്കുന്ന കഥ. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഭംഗിയായിട്ട് ഓർത്തിരിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ അത് ഇഷ്ടപ്പെട്ട് മനസ്സിലേക്ക് കയറ്റിയതാ. കെമിസ്ട്രി ടീച്ചർ വരുമ്പോൾ ക്ലോസ്, ടൊവിനോ വരുമ്പോൾ ഓപ്പൺ. അവിടെയാണ് കുഴപ്പം. അപ്പൊ ടീച്ചർ വരുമ്പോഴും ഇഷ്ടമുള്ളത് കാണുമ്പോഴും ബ്രെയിൻ്റെ ആ ഭാഗം ഓപ്പൺ ആയാൽ പഠിച്ച കാര്യങ്ങൾ മനസ്സിലേക്ക് കയറും. ഏത് ഭാഗമാണെന്നാണ് ഞാൻ അടുത്തത് പറയാൻ പോകുന്നത്. അതിനു മുമ്പ് ഒരു കാര്യം ചോദിക്കട്ടെ. പരീക്ഷാ ഹാളിൽ പരീക്ഷ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ പഠിച്ച നോട്ട്ബുക്കിന്റെയും ടെക്സ്റ്റ് ബുക്കിന്റെയും ഭാഗമൊക്കെ ഇങ്ങനെ ചിലപ്പോൾ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു വരും, ഇല്ലേ? അനിക്കേത്തെ തെളിഞ്ഞു വന്നിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടോ? പഠിച്ച നോട്ട്ബുക്കിന്റെ ടെക്സ്റ്റ് ബുക്കിന്റെ ഭാഗം ഇങ്ങനെ മനസ്സിന് മുമ്പിൽ, ദൈവമേ ഞാൻ ഇന്നലെ പഠിച്ചത് 73 പേജ് യെല്ലോ ഹൈലൈറ്റ് തോന്നിയിട്ടുണ്ടോ അനിക്കേത്തെ എപ്പോഴെങ്കിലും? ഇടയ്ക്ക് മനസ്സിരുത്തിയാണ് പഠിച്ചതെങ്കിൽ നമ്മൾ പഠിച്ച ടെക്സ്റ്റ് ബുക്കിന്റെ നോട്ട്ബുക്കിന്റെ ഒക്കെ ഭാഗം ഇങ്ങനെ തെളിഞ്ഞു. അയ്യോ, ഞാൻ മിനിഞ്ഞാന്ന് അമ്മയുടെ കൂടെ അടുക്കള എന്ന് പറഞ്ഞത്, അയ്യോ ഞാൻ എൻ്റെ ഫ്രണ്ട് സുജിത്തിന് ഫോൺ ചെയ്ത് സംസാരിച്ച ആൻസർ കൃത്യമായിട്ട് ഓർമ്മ വരും. നമ്മുടെ തലച്ചോറിന് അങ്ങനെ ഒരു കഴിവുണ്ട്. അടുത്ത ഉദാഹരണം, നാളെ രാവിലെ 4 മണിക്ക് നമ്മൾ ടൂർ പോകുന്നു, കൂർഗ്, മൈസൂർ, ഊട്ടി. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഡോൺ പി ജോർജ് അലാം വെക്കാൻ മറന്നുപോയി. അതോടെ ഡോണിന് ടൂർ നഷ്ടപ്പെടുവോ? നഷ്ടപ്പെടും. ഉറങ്ങിയാലല്ലേ നഷ്ടപ്പെടുകയുള്ളൂ. ഉറങ്ങിയാൽ തന്നെ 2 മണിക്ക് എഴുന്നേക്കും, 3 മണിക്ക് എഴുന്നേക്കും. ദർ ഇസ് സംതിങ് കോൾഡ് എ മെന്റൽ ക്ലോക്ക്. ബ്രെയിൻ, ഈ ബ്രെയിൻ്റെ അകത്തൊരു ക്ലോക്ക് ഉണ്ട്, ഇങ്ങനെ ടിക് ടിക് രാവിലെ എഴുന്നേക്കാൻ പാകത്തിന്. ഈ ബ്രെയിൻ അതിന് മാത്രം കപ്പാസിറ്റി ഉണ്ട്. മറ്റൊന്ന് നിങ്ങൾക്കറിയാം, ദേജാവു എന്നതിന്റെ പേര്. ദേജാവു. അയ്യോ, ഇതേപോലൊരു സംഭവം ഞാൻ ഇന്നാളെ എൻ്റെ മനസ്സിൽ ഓർത്തേ ഉള്ളൂ, ഇല്ലേ ശിവദ? തോന്നിയിട്ടില്ലേ അങ്ങനെ? ഇതിന്റെ പേരാ ദേജാവു. സോ എവറിത്തിങ് ഹാപ്പൻസ് ട്വൈസ്, വൺസ് ഇൻ യുവർ മൈൻഡ് ആൻഡ് വൺസ് ഇൻ ഫ്രണ്ട് ഓഫ് യു. ഈ തലച്ചോറ് എന്ന് പറയുന്ന സാധനത്തിന് 1.25 കിലോ ഭാരമുണ്ട്. നിങ്ങൾ ബയോളജിയിൽ പഠിച്ചിട്ടില്ലേ? സൾക്കസ് എന്നും ഗൈറസ് എന്നും പേരുള്ള കുണ്ടുകളും കുഴികളുമുണ്ട്. സെറിബ്രമുണ്ട്, സെറിബെല്ലമുണ്ട്, മെഡുല ഒബ്ലാങ്കോട്ട ഉണ്ട്, ഹൈപ്പോതലാമസ് ഉണ്ട്, സ്പൈനൽ കോഡ് ഉണ്ട്, 32 ജോഡി നെർവുണ്ട്, 206 എല്ലുണ്ട്, 673 മസിലുണ്ട്, 18 അവയവങ്ങളുണ്ട്, 0.8 സെക്കൻഡിൽ 5 ലിറ്റർ ചോര പമ്പ് ചെയ്യുന്ന ഹാർട്ട് ഉണ്ട്, 1 മിനിറ്റിൽ 18 പ്രാവശ്യം ശ്വസിക്കുന്ന ശ്വാസകോശം കൊണ്ട് എടുക്കുന്ന 7 ലിറ്റർ വായുവിൽ 4 ലിറ്റർ ഓക്സിജൻ അകത്ത് കയറി ലങ്സിന്റെ അകത്തെ കൂടെ കറങ്ങി RBCയിൽ ഹീമോഗ്ലോബിൻ അറ്റാച്ച് ചെയ്ത് ശരീരം മുഴുവൻ വിതരണം ചെയ്യുമ്പോഴാണ് നമ്മുടെ ചിന്തകളും സ്വപ്നങ്ങളും സങ്കല്പങ്ങളും ആവേശം, അസൂയ, കുശുമ്പ്, കുന്നായ്മ, പ്രേമം, കാമം, മസ്തിത്വം, മൂഢരത ഈ തലച്ചോറ് അങ്ങോട്ട് തിളയ്ക്കും. അപ്പൊ ഈ പുള്ളിനെ ഏറ്റവും വലിയ സയന്റിസ്റ്റുമാർ പോലും 30% യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ നമ്മളൊന്ന് ഭംഗിയായിട്ട് യൂസ് ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ച് നോക്ക്. ഒന്ന് കൈയടിച്ച് നോക്കട്ടെ. ഒച്ച കേട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഒന്ന് കൈയടിച്ച് നോക്കട്ടെ. പ്ലീസ് ക്ലാപ്പ് യുവർ ഹാൻഡ്സ്. റൈറ്റ്. അടുത്ത അമ്മ അച്ഛനൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഒരു ഷെയ്ക്കാൻ്റെ കൊടുത്തേ. അമ്മ അച്ഛനൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഒരു ഷെയ്ക്കാൻ്റെ കൊടുത്തേ. ഷെയ്ക്കാൻ്റെ കൊടുക്കുക. ക്ലാസ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കും. അടുത്തിരിക്കുന്ന അമ്മയോട് അച്ഛനോട് ക്ലാസ് എങ്ങനെയുണ്ട്, കുഴപ്പമുണ്ടോന്ന് ചോദിച്ചു. ബോറടിക്കണ്ടോന്ന് ചോദിച്ചു. എന്നാ പറഞ്ഞേ? കുഴപ്പമില്ല എന്ന് പറഞ്ഞോ? അപ്പോൾ ഓക്കെ, ഗുഡ്. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ തലച്ചോറിന്റെ 85%, നമ്മുടെ ബുദ്ധിയുടെ മനസ്സിന്റെ 85% ഉപബോധ മനസ്സാണ്.
ബാക്കി 15% ബോധമനസ്സുള്ളൂ, നമ്മുടെ അറിവും ചിന്തയും പരിചയവും പഴയ കാര്യങ്ങളും ഒക്കെ. ബാക്കിയൊക്കെ നമ്മുടെ ഭാവനയാണ്. ഈ അറിവിന്റെ ഭാഗം അവിടെ ഇരിക്കുക. ഞാൻ ചോദിക്കട്ടെ, USB ഇല്ലേ, പെൻഡ്രൈവ്, ഈ പെൻഡ്രൈവിന്റെ ഫുൾ ഫോം ആർക്ക് പറയാൻ പറ്റും? USB എന്നുള്ളതിന് ഫുൾ ഫോം പറയാൻ പറ്റും? കൈവെക്കും നോക്കട്ടെ. 1 പവൻ സ്വർണം ഇട്ട് വയ്ക്കാൻ പറ്റിയ പാത്ര സമ്മാനം. വേഗം പറഞ്ഞു. ഗോഡ്വിൻ പറ. വെരി ഗുഡ്. 1 പവൻ സ്വർണം ഇട്ട് വയ്ക്കാൻ പറ്റിയ പാത്രം, ഒന്നാം സമ്മാനം കേട്ടോ. വെരി ഗുഡ്. അടുത്ത JCBയുടെ ഫുൾ ഫോം ആര് പറയും? മണ്ണുമാന്തി യന്ത്രം അഥവാ പൊക്ലെയിൻ. JCB ആർക്കെങ്കിലും പറയാമോ? കൈവെക്ക് നോക്കട്ടെ. JCB. അതെ, ധ്രുവ് റെഡിയാണ്. പറഞ്ഞോ ധ്രുവേ. JCB മതി, അത്ര പറഞ്ഞാൽ മതി. വെൽ ഡൺ. 2001 UK ഇൻഡസ്ട്രിയലിസ്റ്റ് ആയ ജോസഫ് സിറിൽ ബാംഫോർഡ് കണ്ടുപിടിച്ച ഓട്ടോമാറ്റഡ് എർത്ത് മൂവറിന് അദ്ദേഹത്തിന്റെ പേര് തന്നെ ഇട്ടു. ഇന്ന് ആരെങ്കിലും പറയണ്ടോ എന്റെ പറമ്പിൽ ഒരു ഓട്ടോമാറ്റഡ് എർത്ത് മൂവർ വന്നിട്ടുണ്ടെന്ന്? ഇല്ല, പറമ്പിൽ JCB വന്നിട്ടുണ്ട് അല്ലേ. ജോൺസൺ ആൻഡ് ജോൺസന്റെ പേറ്റന്റഡ് പേരാണ് ആന്റിസെപ്റ്റിക് അഡ്ഹസീവ് ടേപ്പിന്. ഏത്? മുറിവിൽ ഒട്ടിക്കുന്ന പ്ലാസ്റ്റർ. അതിന്റെ പേരെന്താ? ബാൻഡേഡ്. ഇന്ന് നമ്മൾ അതിനെ ബാൻഡേഡ് എന്ന് വിളിക്കുന്നത്. ഇന്ന് ഉജാലയേ ഉള്ളൂ, തുള്ളിനീല ഇല്ല. ഇന്ന് ന്യൂഡിൽസ് ഇല്ല, മാഗിയേ ഉള്ളൂ അല്ലേ. ഫ്രിഡ്ജ് എന്നൊരു വാക്ക് ഇംഗ്ലീഷിൽ ഇല്ല. പക്ഷെ നമ്മളിപ്പോഴും വെള്ളം വെക്കണ ഫ്രിഡ്ജിലാണ്. സാധനത്തിന്റെ പേര് റെഫ്രിജറേറ്റർ. അപ്പൊ ഫ്രിഡ്ജ് എന്താ? ഒരു കമ്പനിയുടെ പേര്. ശരിയല്ലേ? ക്യൂടെക്സ് എന്നൊരു വാക്കില്ല. സാധനം എന്താ? നെയിൽ പോളിഷ്. അപ്പൊ ക്യൂടെക്സ് എന്താ? കമ്പനിയുടെ പേര്. സിറോക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കമ്പനിയുടെ പേര്. സാധനം എന്താ? ഫോട്ടോസ്റ്റാറ്റ്. ആരെങ്കിലും മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് ചോദിക്കോ, എക്സ്ക്യൂസ് മീ ചേട്ടാ, ക്യാൻ ഐ ഹാവ് ആൻ ആന്റിസെപ്റ്റിക് സൊല്യൂഷൻ? എന്താ ചോദിക്കണേ? ഒരു ഡെറ്റോള്. ശരിയല്ലേ? അപ്പൊ ഒരു ബ്രാൻഡ് ഒരു പ്രൊഡക്റ്റിനെ റീപ്ലേസ് ചെയ്തു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ 8-ലാകട്ടെ, 9-ലാകട്ടെ, 10-ലാവട്ടെ, 11-ലാവട്ടെ, 12-ലാവട്ടെ, നിങ്ങളുടെ ലൈഫ് കൊണ്ട് നിങ്ങൾക്കൊരു ബ്രാൻഡ് ആവാൻ പറ്റുമെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ പുതിയൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ, MBBS താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടോ? കൈവെക്കാം. ഡോക്ടർ ആവണം, MBBS. യെസ്. മുഹമ്മദ് സഫ്വാൻ ആഗ്രഹമുണ്ട്. നിഫാല ജെറിൻ. നിഫാല, ഈ MBBSന്റെ ഫുൾ ഫോം എന്ന് പറയാമോ? MBBSന്റെ ഫുൾ ഫോം പറഞ്ഞാൽ സമ്മാനം ടയോട്ട ഇന്നോവ കാർ തുടയ്ക്കാനുള്ള ടർക്കിയാണ് സമ്മാനം. വേഗം പറഞ്ഞു. കാതറിൻ പറ. കാതറിൻ പറഞ്ഞോ. കാതറിൻ അറിയില്ല. പിന്നെ ആർക്കാ അറിയാവുന്നേ? ആരോ കൈവക്കിൽ? അറിയാവുന്നവരെ കൈവക്കിയോ? സെലക്ട് ചെയ്തോ? യു സെലക്ട്. നോ പ്രോബ്ലം. പറഞ്ഞോ സംറിൻ പറ. MBBSന്റെ ഫുൾ ഫോം കേൾക്കാൻ പാടില്ലല്ലോ. ഒന്നോടെ പറ. ബാച്ചലർ ഓഫ് സയൻസ് ആണെന്ന് അറിയാൻ പോരാ. വേറെ ആരാ പറയാനുള്ളത്? അത് അവിടെ ഒരാൾ കൈ പൊക്കണോ? അയ്യോ. പറഞ്ഞോ. ബാച്ചലർ ഓഫ് മെഡിക്കൽ സയൻസോ? അത് BMS അല്ലേ? വേറെ ആരാണ് കൈ കൊണ്ട്? അയ്യോ, ജഫ്രിൻ മോള്. പറഞ്ഞോ മിഫ് ജല. റോങ് ആൻസർ. ബാച്ചലർ ഓഫ് മെഡിസിൻ ആൻഡ് ബാച്ചലർ ഓഫ് സർജറി BMBS അല്ലേ? അതെങ്ങനെ MBBS ആവും? So what you told is in a way correct. The meaning is that, but the full form is Medicina Bacularis Chirurgy എന്നാണ് അതിന്റെ ഫുൾ ഫോം. അതൊരു ലാറ്റിൻ വേർഡാണ്, നമ്മുടെ LLBയുടെ ഫുൾ ഫോം പോലെ. അതിന്റെ അർത്ഥം ബാച്ചലർ ഓഫ് മെഡിസിൻ ആൻഡ് ബാച്ചലർ ഓഫ് സർജറി എന്നാണ്. സോ ഡിയർ ഫ്രണ്ട്സ്, MBBS ആർക്കൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് പേര് കൈപൊക്കി. നിങ്ങൾക്കൊരു MBBS +2 ശേഷം നീറ്റ് എഴുതി കിട്ടിയാൽ, ഈ നീറ്റിലൊക്കെ ചോദിക്കുന്ന ചോദ്യം എന്താ? 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള പോർഷൻ, അല്ലാണ്ട് പുറത്തുനിന്നൊന്നും അല്ലല്ലോ ചോദിക്കണേ. അപ്പൊ ഇപ്പൊ പഠിക്കുന്ന പാഠങ്ങൾ, ഇപ്പൊ നേടുന്ന മാർക്കുകൾ ഈ പരീക്ഷ പാസ്സാവാൻ വേണ്ടി മാത്രമല്ല, ഭാവിയിലേക്ക് ഒരു എഞ്ചിനീയറിങ്ങിനോ ഏത് എൻട്രൻസിനും നിങ്ങളെ സഹായിക്കുന്നതാണ് എന്നുകൂടെ മനസ്സിലുണ്ടാകുമ്പോൾ, പഠിക്കുന്നത് എനിക്ക് വേണ്ടിയാണ്, ടീച്ചറിന് വേണ്ടിയിട്ടല്ല, പാരൻസിന് വേണ്ടിയിട്ടല്ല എന്നൊരു ബോധം നമ്മളിലുണ്ടാകും. അതുകൊണ്ട് നമുക്ക് വേണ്ടി പഠിക്കുക. ഒരു MBBS കിട്ടിയാൽ ആ ഫാമിലിക്ക് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന, അതായത് അച്ഛനും അമ്മയ്ക്കും കൊടുക്കുന്ന തുക എത്രയാണെന്നറിയാമോ? 76.5 ലക്ഷം രൂപ. ഇന്ന് കേരളത്തിൽ MBBS പഠിക്കണമെങ്കിൽ ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ കൊടുക്കേണ്ട ഫീസാ 76.5 ലക്ഷം രൂപ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പൊ ഈ +2 വരെയുള്ള പഠനം നല്ല ഭംഗിയായിട്ട് പോട്ടെ, അത് കഴിഞ്ഞ് നിങ്ങളുടെ ഒരു എൻട്രൻസിനും ഭംഗിയായിട്ട് പോട്ടെ. അതിന് ഇതാണ് നിങ്ങളെ സഹായിക്കുന്നത്. അപ്പൊ ഡിയർ ഫ്രണ്ട്സ്, നന്നായിട്ട് നിങ്ങളെ തന്നെ ഒന്ന് സമർപ്പിക്കണം. ഈ പഠനത്തിൽ കുറച്ചും കൂടെ ഒന്ന് ഇൻവോൾവ്മെന്റ് കാണിച്ചു കഴിയുമ്പോണ്ടല്ലോ മാറ്റം ഉണ്ടാകും. അപ്പൊ നമുക്ക് അടുത്ത ഗെയിം കളിക്കാൻ സമയമായി. ഓക്കെ, വവ്വൽ ഇല്ലാത്ത ഇംഗ്ലീഷ് വേർഡ് പറയൂ. AEIOU ഇല്ലാത്ത ഒരു ഇംഗ്ലീഷ് വേർഡ് ആരാ പറയണേ?
AEIOU ഇല്ലാത്ത ഒരു ഇംഗ്ലീഷ് വേർഡ് ആര് പറയും? കൈവക്കൂ. ആ ശ്രീറാം പറയൂ. ശ്രീറാം. ഓ വാവ്, റിനിൽ. ഗുഡ്. റിനിൽ പേരാണോ അതോ ഫാദറിന്റെ പേരാണോ? ശ്രീറാം തകർത്തു. ശ്രീറാം. റിതം ഇസ് ദ ലോങ്സ്റ്റ് വേർഡ് ഇൻ ഇംഗ്ലീഷ് വിത്തൗട്ട് വവൽ. കൺഗ്രാലേഷൻസ്. വേറെ വാക്കുകൾ ഉണ്ടോ? വേറെ ഒരു വാക്ക് ആർക്കെങ്കിലും പറയാവോ? ഹാൻഡ് റൈസ്. പറഞ്ഞോ സന. കാണുന്നവരൊക്കെ ക്ലിക്ക് ചെയ്തു. പറഞ്ഞോ സന. സ്കൈ, ഫ്രൈ, ക്രൈ, സ്പൈ, ഫ്ലൈ, വൈ, ട്രൈ. ഇതെല്ലാം വവലില്ലാത്ത ഇംഗ്ലീഷ് വാക്കാണ്. സിസ്റ്റ്, CYST, മിത്ത്, MYTH, ഇതെല്ലാം വവലില്ലാത്താണ്. പക്ഷെ എന്നെ അറ്റൻഡ് ചെയ്യുന്ന ആരുടെയെങ്കിലും പേരിൽ വവലില്ലെങ്കിൽ മെന്റർ ബിയുടെ വക 1001 രൂപ സമ്മാനം. വവലില്ലാത്ത പേരുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ക്യാഷ് ആവും, ഇപ്പൊ ജിപേ ചെയ്യും. വേഗം പറഞ്ഞു. ആരുടെയെങ്കിലും പേരിൽ വവലില്ലെങ്കിൽ ഇപ്പൊ ജിപേ ചെയ്യും. വേഗം പറഞ്ഞു. AEIOU നിങ്ങളുടെ പേരിൽ പാടില്ല. റെഡി? മെന്റർ ബി സ്പോൺസേഴ്സ് 1001 rupees. ആരെങ്കിലും ഉണ്ടോ? പേര് മാറ്റണ്ട കേട്ടോ, പേര് മാറ്റണ്ട. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ അടുത്ത ഒരു ചെറിയ സീരിയസ് ടോപ്പിക്കിട്ട് കിടക്കുകയാണ്. 3 minutes. ഓക്കെ, ലിസൺ ടു മീ കെയർഫുള്ളി. അപ്പൊ ഇന്ന് നിങ്ങൾ സ്കൂളിൽ പോയെന്ന് വിചാരിക്കാം. ഇന്ന് നിങ്ങൾക്ക് സ്കൂൾ ഉണ്ടായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. രാവിലെ 7:30 വീട്ടിൽ നിന്ന് ഇറങ്ങി 8:30 സ്കൂളിൽ ചെന്നു, അല്ലെങ്കിൽ 9 മണിക്ക് സ്കൂളിൽ ചെന്നു. സ്കൂൾ ബസ്സിലാണ് പോയത്. ഈ പോകുന്ന വഴിക്ക് നൂറുകണക്കിന് ആൾക്കാരെ നിങ്ങൾ കണ്ടു. സ്കൂൾ ബസ്സിൽ ഇരുന്ന് ജനലയിലൂടെ പുറത്തോട്ട് നോക്കിയപ്പോൾ ഒട്ടനവധി ആൾക്കാരെ, നൂറുകണക്കിന് ആൾക്കാരെ. നിങ്ങൾ ലൈൻ ബസ്സിലാണ് പോയെങ്കിൽ അവിടെ ആൾക്കാരെ കണ്ടു. ഇതാരുടെയെങ്കിലും മുഖം നമ്മളിപ്പോൾ ഓർത്തിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് അർത്ഥം. എന്നാണ് അതിൻ്റെ മറുപടി. കാരണം വേറൊന്നുമല്ല, നമ്മുടെ ബ്രെയിനിന്റെ ഉള്ളിലെ മെമ്മറി ഏരിയയോട് പറഞ്ഞു, വെറുതെ ആട്ടോ ഇതൊന്നും സൂക്ഷിച്ചു വെക്കണ്ട. ഈ കണ്ട വഴിക്കിടെ പോയ ആൾക്കാരുടെ മുഖമൊക്കെ എന്തിനാ ഓർക്കണേ? ഒരാവശ്യമില്ല കേട്ടോ, ഓർക്കണ്ട കേട്ടോ. അതോടെ ഈ പുള്ളി പറഞ്ഞു, ശരിയാ, വെറുതെ സ്പേസ് കളയാൻ എന്തിനാ, വേണ്ട, ഓർക്കണ്ട, കണ്ടു പോന്നു. ഈ മെമ്മറിയുടെ പേരാണ് സെൻസറി മെമ്മറി. സെൻസറി മെമ്മറി ചെറിയൊരു ഫ്ലാഷ് മെമ്മറിയാണ് നമ്മുടെ മനസ്സിൽ. അതേസമയം കച്ചേരിപ്പടിയിൽ വളവങ്ങ് തിരിഞ്ഞപ്പോ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഷിബുച്ചേട്ടൻ ശീമാട്ടിയുടെ മുമ്പിൽ നിന്നും കൈ കാണിച്ചു. അദീന മോളെ എവിടെ പോണു? അദീന എവിടെ പോണു? ഞാൻ ഇന്ന് ക്ലാസ്സിൽ അവിടെ ഞാൻ പഠിക്കണേ. ആണോ? പിന്നെ കാണാം. ഷിബുച്ചേട്ടൻ നമ്മുടെ പഞ്ചായത്ത് മെമ്പറാ, വീടിന്റെ അടുത്തുള്ളതാ. അത് നമ്മൾ ഓർത്തിരിക്കും. എന്നിട്ട് വീട്ടിൽ ചെന്ന് അച്ഛനോട് പറയാം, അച്ഛാ ഷിബുച്ചേട്ടൻ ഞാൻ ശീമാട്ടിയുടെ മുമ്പിൽ വെച്ച് കണ്ടായിരുന്നു കേട്ടോ. കാരണം എന്താ? ഷിബുച്ചേട്ടൻ നമുക്ക് നേരത്തെ അറിയാം. ഡോൺ ആണെങ്കിൽ ഒരു ബസ്സിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് ആ ബസ്സിന്റെ മുമ്പിൽ ഒരു ബൈക്ക് കൊണ്ടൊന്ന് വട്ടം നിർത്തി വേറൊരാൾ, ഒരു ചെറുപ്പക്കാരൻ പയ്യൻ ബൈക്ക് കൊണ്ട് വട്ടം അങ്ങ് വെച്ചിട്ട് അവൻ ആ ഡ്രൈവറുടെ വാതിൽ അങ്ങ് വലിച്ചു തുറന്നിട്ട് ചാടി അങ്ങ് കയറി ഡ്രൈവറുടെ കോളറിൽ പിടിച്ചു. എവിടെ നോക്കിയാടാ വണ്ടി ഓടിക്കണേ, ഇപ്പൊ എന്നെ തട്ടിയിട്ടേനല്ലോടാ. ഭയങ്കര ബഹളം. അയാളെ നോക്കിയപ്പോ കാതിലൊരു കമ്മല്, ഇങ്ങനെ ഒരു താടി. എന്റെ സാറേ, എന്റെ തൊട്ട് മുമ്പിൽ അയാൾ ഡ്രൈവറുടെ കോളറിൽ കയറി പിടിച്ചു. ഞാൻ അയാളുടെ മുഖത്ത് ഇപ്പോഴും ഓർക്കണം. അയ്യോ, ഒരു വല്ലാത്ത മുഖമായിരുന്നു. അവിടെ നമുക്ക് പരിചയമില്ല ഇയാളെ, പക്ഷെ അവിടെ ഒരു സംഭവം നടന്നു. സാധാരണയിൽ നിന്നും വ്യത്യസ്തമായ ഒരു സംഭവം നടന്നു. അഥവാ ഒരു ഇമോഷൻ ഉണ്ടായി. ഇമോഷൻ. അദ്വൈത് ഇങ്ങനെ യാത്ര ചെയ്തപ്പോഴത്തേക്കും ബസ് സ്റ്റോപ്പിൽ നിന്നും ഒരു പെൺകുട്ടി അദ്വൈതിനെ നോക്കി ചിരിച്ചു. അദ്വൈതും ചിരിച്ചു. കൊള്ളാം, ഒരു പൂച്ചക്കണ്ണുള്ള ഒരു പെൺകുട്ടി. അതാരാണോ ആവോ. അദ്വൈത് അത് ഓർക്കുന്നുണ്ട്. കൊള്ളാം, കുഴപ്പമില്ല. കാരണം എന്താ? അവിടെ ഒരു ഇമോഷൻ ഉണ്ടായി. ഇമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വികാരം, സ്നേഹം, ദേഷ്യം, ദയ, അനുകമ്പ. ഒരു ഒറ്റക്കാലുള്ള ഒരു അമ്മച്ചി ക്രച്ചസുമായിട്ട് കുത്തി നടന്ന് ലോട്ടറി വിൽക്കണ കണ്ടു സ്കൂളിന്റെ വാതൊക്കെ. അയ്യോ എൻ്റെ പൊന്നോ, ഞാൻ ആ ചേച്ചിയുടെ മുഖം, കാതറിൻ പറയാ, ഞാൻ ആ ചേച്ചിയുടെ മുഖം ഇപ്പോഴും ഓർക്കണ്ട അമ്മേ. ഒരു പാവം ചേച്ചി ലോട്ടറി ആയിട്ട് നടക്കുക, 10-70 വയസ്സുണ്ട്. ആ ചേച്ചി നിന്ന് ഇപ്പോഴും ലോട്ടറി വിൽക്കുന്നേ. അവിടെ എന്തുണ്ടായി? അനുകമ്പ, എംപതി, സിംപതി, കമ്പാഷനൊക്കെ ഉണ്ടായി. അപ്പൊ മനസ്സിൽ കയറി. ഇപ്പൊ കൂട്ടുകാരെ, ഞാൻ പറഞ്ഞത് സാധാരണ നമ്മൾ കാണുന്ന കേൾക്കുന്ന കാര്യങ്ങൾ മനസ്സിലേക്ക് പതിയില്ല. കാരണം ബ്രെയിൻ ഹാവ് എ കപ്പാസിറ്റി ടു ഡിലീറ്റ് ഓൾ ദോസ് ടു സേവ് സ്പേസ്. നമ്പർ 1, ദാറ്റ് ഈസ് കോൾഡ് സെൻസറി മെമ്മറി. 2, നമുക്ക് പരിചയമുള്ളതോ സ്വാഭാവികമല്ലാത്തതോ ആയ കാര്യങ്ങൾ നമ്മൾ കാണുകയോ കേൾക്കുകയോ ചെയ്താൽ അത് നമ്മൾ ഓർത്തിരിക്കും. നമുക്ക് ഇഷ്ടമുള്ളത്, പരിചയമുള്ളത്, ഇമോഷൻ ഉള്ളത് നമ്മൾ ഓർത്തിരിക്കും. ഇതിന്റെ പേരാണ് ഷോർട്ട് ടേം മെമ്മറി. ചെറിയ കാലത്തേക്കുള്ള ഒരോർമ്മ. സിനിമയിലെ നല്ല ആ ഐഡന്റിറ്റിയിൽ ആ പ്രൈവറ്റ് ജെറ്റിന്റെ അകത്തുള്ള ഫൈറ്റ് സീൻ, ആ ഒരു ലേഡി ആ ടൊവിനോനെ വന്ന് ഇടിക്കുന്ന സീൻ, അത് അടിപൊളിയായിരുന്നു.
മോഹ അയാൻ ഇഷ്ടപ്പെട്ടു അല്ലേ? അതാണ് തംസപ്പ് തന്നെ, നല്ലായിരുന്നു അല്ലേ? ഗുഡ്. ഇല്ല പറയാനുണ്ട്, അതൊന്ന് പഠിച്ച് ടോപ്പ് റൈറ്റ്. എന്താ പറയാനുള്ളത് പറയൂ, കേക്കട്ടെ. എങ്ങനെ ഒന്നുകൂടെ പറഞ്ഞ കേട്ടില്ല. ഇല്ല, ഞാൻ ആ ടൈപ്പ് അല്ല. അതിലെന്താ ഉള്ളതെന്ന് പറഞ്ഞ് കേക്കട്ടെ. അതില് 5 ഇമോഷൻസ് ഉണ്ട്. ഹാപ്പി, ആംഗ്രി, സാഡ്, എൻവി, ഈ സാധനങ്ങള് അതാണ് കൺട്രോൾ ചെയ്യുന്നത് നമ്മളുടെ മെമ്മറി. എക്സാക്ട്ലി. ആഹാ, ഗ്രേറ്റ്, നല്ല ഇൻഫർമേഷൻ, താങ്ക് യു. അപ്പൊ നമ്മുടെ ഓർമ്മയെ ഈ പറഞ്ഞ കാര്യങ്ങൾ നിയന്ത്രിക്കുമെങ്കിൽ പഠിക്കുന്ന കൂട്ടത്തിൽ ഒരു ഇമോഷനെ കയറ്റിവിട്ടാൽ, അഥവാ പരിചയമുള്ള കാര്യം കയറ്റിവിട്ടാൽ, അഥവാ ഇഷ്ടമുള്ള കാര്യം കയറ്റിവിട്ടാൽ, അഥവാ റിപ്പീറ്റ് ചെയ്താൽ ഷോർട്ട് ടേം മെമ്മറി ലോങ് ടേം മെമ്മറി ആവും. ഇതാണ് സയൻസ് ഓഫ് മെമ്മറി പറയുന്നത്. നിങ്ങളുടെ ഹ്രസ്വകാല ഓർമ്മശക്തി ദീർഘകാല ഓർമ്മശക്തി ആവണമെങ്കിൽ ഒന്നുകിൽ പരിചയമുള്ള കാര്യമായിട്ട് ബന്ധപ്പെടുത്തണം, 2 രസകരമായ കാര്യമായിട്ട് ബന്ധപ്പെടുത്തണം, 3 ഒരു ഇമോഷനുമായിട്ട് ബന്ധപ്പെടുത്തണം, അല്ലെങ്കിൽ അതിനെ ആവർത്തിക്കണം. നമുക്ക് പ്രാക്ടിക്കലി പോസിബിൾ റിപ്പീറ്റ് ഇറ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ എന്നുള്ളതാണ് പ്രാക്ടിക്കലി പോസിബിൾ. ആവർത്തിച്ച് പറയുന്ന എന്തും നമ്മൾ ഓർത്തിരിക്കും. ഞാൻ MP വീരേന്ദ്രകുമാർ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയക്കാരൻ കം നോവലിസ്റ്റിന്റെ ഒരു നോവൽ വായിച്ചു, ഒരു യാത്രാവിവരണം. ഹിമാലയം പോയി കണ്ടതാണ്. ഹൈമവത ഭൂവിൽ, അതാണ് നോവലിന്റെ പേര്, ആ യാത്രാ വിവരണത്തിന്റെ പേര്. നല്ല ഉഗ്രം വരി അതിൽ. ആ വരി കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതൊന്ന് പഠിച്ചെടുക്കണം. കട്ടുകട്ടി ലാംഗ്വേജ് ആട്ടോ, സാഹിത്യ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇത് പഠിച്ചെടുക്കാനായിട്ട് ഇതിനെ ഇമോഷനുമായിട്ട് ബന്ധപ്പെടുത്തി. എങ്ങനെ ഇമോഷനായിട്ട് ബന്ധപ്പെടുത്തി? ഇയാൾ ഹിമാലയം കാണാൻ പോയ കഥയാണ്. ഞാനപ്പോൾ ഹിമാലയത്തിലേക്ക് പോയി, ഇയാൾ പറഞ്ഞ വരികളിലെ കാഴ്ചകളൊക്കെ ഞാൻ അവിടെ കണ്ടു. അപ്പോൾ എനിക്ക് ഇമോഷൻ ഉണ്ടായി, അതുമായിട്ട് എനിക്ക് ബന്ധമുണ്ടായി, എനിക്ക് ഹിമാലയത്തിലെ തണുപ്പ് കിട്ടി. അപ്പോൾ ഞാൻ വീണ്ടും ആവർത്തിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നു. ഇപ്പോഴും ഓർക്കുന്നത് 2009 കണ്ട് ഓർത്തതാ. അസ്തപർവ്വത നിതംബത്തെ അഭിമുഖീകരിച്ച് ലംബമാനമായ അംബുജ ബന്ധു ബിംബത്തിൽ നിന്നും അമ്പരമധ്യത്തിൽ വിശ്രുമരങ്ങളായി ബന്ധുരബന്ധുകങ്ങളായ കിരണകന്തളങ്ങൾ ഹിമാലയ സാനുക്കളുടെ തുങ്കകളിൽ തട്ടി പ്രതിഫലിച്ച് ദാക്ഷിണാത്തനായ ഒരു മന്ദമാരുതൻ സാനുപ്രദേശങ്ങളിൽ വിളങ്ങി നിൽക്കുന്ന മഹീരുരഹങ്ങളിൽ പ്രഭാതാൽ പ്രകൃതി വികസനങ്ങളായ സുരബിലതരങ്ങളായ പുഷ്പങ്ങളുടെ പ്രകാശധോരണിയെ അതിഥികളിലേക്ക് സംവാഹിക്കുന്നത് പോലെ ജനിമൃതികളുടെ നൈരന്തര്യ സംഗമ വേളകളിൽ ഒരു പ്രഹേളികയായി ഋതുസംക്രമ പക്ഷിയുടെ സന്ത്രാസഭരിതമായ ജീവിതത്തിലെ വിശ്രാന്ത മുഹൂർത്തങ്ങൾക്ക് ഉന്മേകുന്ന ചൈതന്യധന്യവും ആശാവഹവുമായ ദശാസന്ധിയിൽ ഗ്രഹാതിരുത്വത്തോടൊരു ജടില സമസ്യയായി ഹിമവാൻ നിന്നു. എന്താണ് ആ വരി? ഇത്രയും കടുകട്ടി വരിക. പക്ഷേ ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾ ഇതിന്റെ അർത്ഥം വല്ലതും മനസ്സിലായോ? ഇല്ല. അസ്തപർവ്വത ഹിമാലയത്തിൽ മുഴുവൻ പുല്ലല്ല, മഞ്ഞ. ആ മഞ്ഞ് ഞാൻ കണ്ടു. ആ മഞ്ഞിലേക്ക് സൺലൈറ്റ് അടിക്കുന്നത് കണ്ടു. ആ സൺലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യണത് കണ്ടു. എവിടെ? മനസ്സിൽ കണ്ടു, ഭാവനയിൽ. എന്നിട്ടൊരു ഇലയുടെ അറ്റത്ത് ഒരു തുള്ളി വെള്ളം ഇരിപ്പുണ്ടായിരുന്നു. ആ വെള്ളത്തിലേക്ക് ഈ ലൈറ്റ് വന്ന് അടിച്ചു. അപ്പോൾ ലൈറ്റ് വീണ്ടും പ്രിസം ഇഫക്റ്റ്, വിബ്ജിയോർ പുറത്തേക്ക് വന്നു. ഇതൊക്കെ മനസ്സിൽ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കത് ഓർക്കാൻ പറ്റി. സോ ഡിയർ ഫ്രണ്ട്സ്, ടു കൺവേർട്ട് യുവർ ഷോർട്ട് ടേം മെമ്മറി ഇൻ ടു ലോങ് ടേം മെമ്മറി, number 1, it should be known to you. Number 2, it should be learned with fun. Number 3, it should be connected with an emotion. Number 4, it should be repeated. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്താലുണ്ടല്ലോ അടിപൊളിയായിരിക്കും. എല്ലാം കൂടെ മിക്സ് ചെയ്താൽ അടിപൊളിയായിരിക്കും. ഇനി ഞാൻ പറയുന്നത് പോലെ മാത്രം ചെയ്യണം. എങ്ങനെ? പറയുന്നത് പോലെ മാത്രം. കീപ് യുവർ ലെഫ്റ്റ് ഹാൻഡ് ലൈക്ക് ദിസ്. ഇടത്തെ കൈ ഇടത്ത് വശത്തേക്ക് നീട്ടുക. ഓക്കെ, പറയുന്ന പോലെ മാത്രമേ ചെയ്യാവുള്ളൂ. കൈ ചുരുട്ടുക. ക്ലോസ് യുവർ ഫിസ്റ്റ്. കൈ ചുരുട്ടി. ഓക്കെ, തംസ് അപ്പ്. അത് മുഖത്തിന് നേരെ പിടിക്കുക. ഓക്കെ, റെഡി? നേരെ കൊണ്ടുവന്ന് താടയിൽ തൊടും. അതാണോ നിങ്ങളുടെ താട? അശ്വതിനെ പോലെ വളരെ കുറച്ച് പേരെ താടയിൽ തൊട്ടുള്ളൂ. ഞാൻ നോക്കിയപ്പോൾ ചിലരൊക്കെ ഇങ്ങനെ പയ്യെ താഴേക്ക് കൊണ്ടുവരിക. ജസ്ലിനൊക്കെ ഇങ്ങനെ കൈ ഇങ്ങനെ താഴേട്ട് ഇറക്കുകയായിരുന്നു പയ്യെ. കണ്ടു ജസ്ലിൻ. ഈ പറയുന്ന സ്റ്റുഡൻറ്റിന്റെ പേരാണോ പാരൻസിന്റെ പേരാണോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ, സോറി. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങൾ വഴിതെറ്റിപ്പോയെ? ഞാൻ നിങ്ങളെ വഴിതെറ്റിച്ചു. താടയിൽ തൊടാൻ പറഞ്ഞിട്ട് ഞാൻ തൊട്ടത് കവിളില്ല. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പറയുന്നത് പോലെ മാത്രമേ ചെയ്യാവുള്ളൂ എന്ന്. പക്ഷെ നിങ്ങൾ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്തു. പലപ്പോഴും നമ്മളെ ഇങ്ങനെ ചിലർ വഴിതെറ്റിക്കാറുണ്ട്. പണ്ടൊരു കർഷകന് ഒരു വയസ്സനായ കഴുതയുണ്ടായിരുന്നു. ഈ കഴുതയ്ക്കാണ് കിളവൻ കഴുത. ഇതിനെ എങ്ങനെ ഉപേക്ഷിക്കുന്നു വിചാരിച്ച് അയാൾ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ കഴുത
വീട്ടുമുറ്റത്തെ പൊട്ടക്കിണറ്റിലേക്ക് വീണു. ആ പൊട്ടക്കിണറാണ് ഈ ഉപയോഗിക്കാതെ കിടക്കുക. അപ്പൊ കർഷകൻ എന്ത് വിചാരിച്ചു, എന്തായാലും കഴുതേനെ ഉപയോഗിക്കണം, പൊട്ടക്കിണർ മൂടുവാൻ വേണം, എന്നാ പിന്നെ കഴുതേനെയും കുഴിച്ചു മൂടിയേക്കാം, പണി എളുപ്പമായല്ലോ. അയാൾ അയൽവക്കക്കാരെയൊക്കെ വിളിച്ചു, ആ കിണർ മൂടാൻ തുടങ്ങി. ഈ പാവം കഴുത താഴെ ഇങ്ങനെ വീണ് കിടക്കുക, കാലക്കുളുക്കി മുകളിലേക്ക് നോക്കുക. അയ്യോ, എൻ്റെ യജമാനൻ, ഇത്രയും നാളും ഞാൻ സേവിച്ച യജമാനൻ ഗോണി കെട്ടി ഇറങ്ങി വന്ന് എന്നെ കെട്ടി മുകളിലേക്ക് കൊണ്ടുപോകുന്ന വെച്ച് നോക്കിക്കുക. അപ്പൊ തലയിലേക്ക് വീണ എന്താ? ആദ്യം തലയിലേക്ക് വീണത് ഒരു കൊട്ട മണ്ണ്. പിന്നെ മുകളിലേക്ക് നോക്കിയപ്പോൾ വീണതോ അടുത്ത കൊട്ട മണ്ണ്. അവണി, ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കേട്ടോ, റെഡി ആയിട്ടിരുന്നു. അങ്ങനെ കിണർ മൂടി, കഴുതയെ ജീവനോടെ ആ കിണറ്റിൽ കുഴിച്ചു മൂടി. അതാണോ അവണി കഥ? കേട്ടിട്ടുണ്ടോ ഈ കഥ? കേട്ടിട്ടുണ്ടോ? ഇല്ല. ആരാ ഈ കഥ കേട്ടിട്ടുള്ള? ജീവനോടെ കഴുതയെ കുഴിച്ചു മൂടി എന്നാണോ കഥ, അതോ വേറെ എന്തെങ്കിലും ആണോ കഥ? പറഞ്ഞു, എന്താ കഥ? എസ്റ്റർ പറ, എന്തായിരുന്നു കഥ? അത് തന്നെ, ബെസ്റ്റ്, വെരി ഗുഡ്. എല്ലാവരും കൈയടിച്ചേ നോക്കട്ടെ, കൈയടിക്കൂ, ക്ലാപ്പ് യുവർ ഹാൻഡ്സ്. ഇനി ഒന്ന് എഴുന്നേറ്റ് നിന്ന്, ആ സീറ്റിൽ നിന്ന് ഒന്ന് എഴുന്നേറ്റ് നിന്ന്, ഒന്ന് എഴുന്നേറ്റ് നിന്ന്, മേലേക്ക് ഒന്ന് അനങ്ങട്ടെ, ആ നടുവൊക്കെ നേരെ ആവട്ടെ. ഇതാ കൈ ഇങ്ങനെ പിടിച്ചേ, കൈ ഇങ്ങനെ 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 മുമ്പോട്ട് മുമ്പോട്ട്, എഴുന്നേറ്റ് എഴുന്നേറ്റ്, ആ ബാക്കിയിട്ട്, ആ ലെഫ്റ്റ്, ആ റൈറ്റ്, ശരിക്കും. ഓക്കെ, ഇരിക്കാം. തൻ്റെ തലയിലേക്ക് വീണ മണ്ണിനാൽ താൻ കുഴിച്ചു മൂടപ്പെട്ടുമെന്ന് മനസ്സിലാക്കിയ കഴുത എന്ത് ചെയ്തു? അത് കുടഞ്ഞ് താഴെ ഇട്ടിട്ട് ആ മണ്ണിന്റെ മുകളിലേക്ക് കയറിയുന്നു. വീണ്ടും വീണ്ടും മണ്ണ് തലയിലേക്ക് വീണു, വീണ്ടും വീണ്ടും കുടഞ്ഞ് താഴെ ഇട്ട് അതിന്റെ മുകളിലേക്ക് കയറി. കുടയുക, കയറുക, കുടയുക, കയറുക, കുടയുക, കയറുക. ഷെയ്ക്ക് യുവർ ഹെഡ്, സ്റ്റെപ്പ് അഹെഡ്, ഷെയ്ക്ക് യുവർ ഹെഡ്, സ്റ്റെപ്പ് അഹെഡ്. ഡിയർ ഫ്രണ്ട്സ്, 10ാം ക്ലാസ്സില് ഓണം എക്സാമിന് മാത്സിന് എനിക്ക് കിട്ടിയ മാർക്ക് 50ൽ 17. എൻ്റെ സാറ് വിളിച്ചിട്ട് പറഞ്ഞു, മോനെ സിവി, എൻ്റെ പേര് സിവി എന്നാണ്, CIVY, മോനെ സിവി, നിന്നെ 10ാം ക്ലാസ് പരീക്ഷ എഴുതിക്കില്ല. ഞാൻ 8ാം ക്ലാസ് വരെ CBSE ആയിരുന്നു. 8ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ സ്റ്റേറ്റ് സിലബസിട്ട് പോയി, പഠനത്തിൻ്റെ ഗുണം കൊണ്ടാട്ടോ. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് സാറ് പറഞ്ഞു, മോനെ നീ ബാക്കി എല്ലാ സബ്ജക്റ്റിലും നന്നായിട്ട് പഠിക്കുന്നുണ്ട്, പക്ഷേ മാത്സിന് നീ വളരെ മോശമാണ്. ഇങ്ങനെ പോയാൽ SSLC 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് നീ മാത്സിന് തോക്കും. അതുകൊണ്ട് നീ തോറ്റാൽ സ്കൂളിൻ്റെ 100% റിസൾട്ട് പോവും, നിന്നെ പരീക്ഷ എഴുതിക്കാൻ പറ്റില്ല. എനിക്കന്ന് വിഷമായി പോയി. സാറേ, എല്ലാ സബ്ജക്റ്റിനും നല്ല മാർക്കില്ലേ സാറേ? കണക്കാണ് എനിക്ക് തലയിൽ കയറുന്നില്ല, കാരണം എനിക്കൊരു സൈക്കോളജിക്കൽ പ്രോബ്ലം. ഏത്? ചെറുപ്പത്തിലെ ഒരു കണക്ക് സാറ് തന്ന പ്രശ്നം കാരണം തലയിൽ കണക്ക് ഇങ്ങനെ ബ്ലോക്കായി കിടക്കുക, പറ്റില്ല എന്ന് പറഞ്ഞു. അയൽവക്കക്കാരറിഞ്ഞു, ബന്ധുക്കൾ അറിഞ്ഞു, മാതാപിതാക്കൾ അറിഞ്ഞു, ടീച്ചർമാരറിഞ്ഞു. സിവി, നിന്നെ പരീക്ഷ എഴുതിക്കില്ല എന്ന് കേട്ടല്ലോ. അയൽവക്കത്തെ ചേച്ചി, അയ്യോ നിന്നെ പരീക്ഷ എഴുതിക്കില്ല എന്ന് കേട്ടല്ലോടാ. അമ്മാവും വന്നു, മൂത്ത അമ്മാവും വന്നിട്ട് പറഞ്ഞു, നീ 10ാം ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ് മേടിച്ചാൽ ഈ 3 പവന്റെ മാല നിന്റെ കഴുത്തേട്ടി ഞാൻ ഇട്ട് തരും. കാരണം ഫസ്റ്റ് ക്ലാസ് കിട്ടില്ല എന്നറിയാം പുള്ളിക്ക്. എൻ്റെ കൊച്ചപ്പൻ വന്നിട്ട് പറഞ്ഞു, 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞാൽ സിവിയുടെ പടം പത്രത്തിൽ ഉറപ്പായിട്ടും വരും. ഈ എൻ്റെയൊക്കെ പ്രായത്തിൽ 10ാം ക്ലാസ് കഴിയുമ്പോൾ പടം തന്നെ എപ്പോഴാണെന്നറിയോ? 1 മുതൽ 15 വരെ റാങ്ക് ഉള്ളപ്പോഴാണ്. ഞാൻ വിചാരിച്ച റാങ്ക് എങ്ങനെ കിട്ടാനാ? അപ്പോൾ കൊച്ചമ്മ പറയാ, എന്താ പടം എന്നറിയോ പത്രത്തിൽ? ഈ ചിത്രത്തിൽ കാണുന്ന സിവി പുലയത്ത് എന്ന 15 വയസ്സുള്ള കുട്ടിയെ കാണാനില്ല, നാട് വിട്ടുപോകും. 10ാം ക്ലാസ് തോറ്റ് കഴിയുമ്പോഴേ നാട് വിട്ടുപോകും, അതാ ഉദ്ദേശിച്ചത്. അപ്പോൾ എനിക്ക് ഇവരോടൊക്കെ ഭയങ്കര ദേഷ്യം, കലിപ്പ്. ഇവരോട് ചീത്ത പറയാൻ പറ്റുമോ? വഴക്കിടാൻ പറ്റുമോ? എനിക്കൊരൊറ്റ മാർഗ്ഗമുള്ളൂ ഇവരോട് പ്രതികാരം ചെയ്യാൻ. എന്താ മാർഗം? നന്നായിട്ട് പഠിച്ച് ഇവരുടെ മുമ്പിൽ തെളിയിച്ചു കൊടുക്കുക. അന്ന് ഞാൻ തീരുമാനിച്ചു, എനിക്ക് ഇവർക്കൊരു മറുപടി കൊടുക്കണം. എന്നെ കേൾക്കുന്ന ആരെങ്കിലും പഠനത്തിന് അല്പം താഴേക്ക് നിൽക്കുന്നവരുണ്ടെങ്കിൽ, ഡിയർ ഫ്രണ്ട്സ്, ദിസ് ഇസ് ദ ബെസ്റ്റ് മെത്തേഡ് ടു ടേക്ക് എ റിവഞ്ച്. ഒരു രഹസ്യ പ്രതികാരം. ടീച്ചേഴ്സ്, പാരൻസ്, റിലേറ്റീവ്സ്, മാർക്ക് അങ്ങോട്ട് കാണിച്ചു കൊടുക്കണം. ഈ ഫൈനൽ എക്സാം എങ്ങനെയുണ്ട് എനിക്ക് മാർക്ക് പറയുന്നത് എങ്ങനെയുണ്ട് നോക്ക്. 84%. കണ്ടില്ലേ? എന്താ പറഞ്ഞാൽ 60 കിട്ടില്ല എന്നോ? കണ്ടോ? നല്ലൊരു റിവഞ്ച് കൊടുക്കണം നമുക്ക്. പഠിച്ച് തെളിയിച്ചു കൊടുക്കണം അവരുടെ മുമ്പിൽ, എന്നെ കൊണ്ട് പറ്റുമെന്ന്. പാരൻസിന്റെ മുമ്പിലൊക്കെ പറഞ്ഞു, എങ്ങനെയുണ്ട് ഇപ്പൊ മാർക്ക്? അമ്മ എന്താ പറഞ്ഞ് എനിക്ക് 60 കിട്ടുവാടാന്ന്. കണ്ടോ? അതിനുള്ള ഒരു സമയമാണിപ്പോൾ. ഞാൻ എന്ത് ചെയ്തു? ഉഷാറ് പഠനം ആരംഭിച്ചു. ഒരു കൗൺസിലിങ്ങിനൊക്കെ പോയി. എൻ്റെ തലയിലെ മാത്സിന്റെ ബ്ലോക്കൊക്കെ മാറ്റി. ഡിയർ ഫ്രണ്ട്സ്, 1990 April 13th, my SSLC 10th standard result came and I got 567 out of 600 and 9th rank in Kerala state for SSLC. കൈയടി ഒച്ച വെക്കണ്ട, കൈയടിക്ക്, വെറുതെ ഇരിക്കില്ലേ, കൈയടിക്ക്, കൂട്ടിയടിക്ക്, നല്ലോണം ഉറക്കം ഒച്ച വെക്കട്ടെ. അവിടെ വീട്ടിലൊക്കെ ഒച്ച വെക്കട്ടെ, അയൽവക്കക്കാരൊക്കെ ഓടി വരട്ടെ, എന്ത് പറ്റിയെന്ന് ആയിരിക്കട്ടെ. റൈറ്റ്. ഇനി ഒന്ന് കൈ ഒന്ന് കൂട്ടി തിരിമിക്കോട്ടെ, കൂട്ടി. യെസ്. എന്നിട്ട് ആ കണ്ണിലേക്ക് വെച്ച് ഇച്ചിരി ചൂട് കിട്ടട്ടെ. ഒന്നോടെ കവിളിലേക്കും വെക്ക്. റൈറ്റ്.
സോ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് മാറ്റിയെടുക്കാൻ ഇങ്ങനെ ഒരു വാശി വേണം. ചിലരെങ്കിലും നമ്മുടെ തലയിട്ട് മണ്ണിടാൻ വരും, ആ കഴുതയുടെ തലയിൽ മണ്ണിട്ട പോലെ. അതോടുകൂടി അയ്യോ നീയിപ്പോൾ എന്ത് ചെയ്യും, രക്ഷയില്ല, എന്നെ കൊണ്ട് പറ്റൂല എന്ന്. എന്നെക്കാളും പഠിക്കണ ഒരുത്തുണ്ടെന്ന് എൻ്റെ ക്ലാസ്സിൽ, പിന്നെ എനിക്കെങ്ങനെ എൻട്രൻസ് കിട്ടാനാ? എന്നെക്കാളും പഠിക്കണ ഒരു പെങ്കൊച്ചുണ്ട്, പിന്നെ എനിക്കെങ്ങനെ എത്ര % മാർക്ക് കിട്ടാനാ? അതെല്ലാം അങ്ങോട്ട് മാറ്റി വയ്ക്കുക. എന്നെ കൊണ്ട് സാധിക്കും എന്ന് നിങ്ങളെന്ന് വിശ്വസിക്കുന്നുവോ അന്നാണ് നമ്മുടെ സക്സസ് ജേണി ആരംഭിക്കാൻ പോകുന്നത്. പലരും പറയും, പക്ഷെ തലയിൽ വീഴുന്ന മണ്ണൊക്കെ ഒന്ന് കുടഞ്ഞിടണം. 10th പഠിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഏത് സ്ട്രീം എടുക്കണം എന്നൊക്കെ നല്ലോണം ആലോചിക്കണം. ഗൂഗിളിലൊക്കെ ഒന്ന് കയറി നോക്കണം, ഫ്രണ്ട്സിനെയൊക്കെ അഡ്വൈസ് ചെയ്യണം. അല്ലാതെ നീ ഏതാ എടുക്കാൻ പോണേ? ഞാൻ കൊമേഴ്സ്. എന്താ എടുക്കാൻ പോണേ? എൻ്റെ ചാച്ചൻ്റെ മോൻ ഷിബു കൊമേഴ്സാ, അതുകൊണ്ട് ഞാനും കൊമേഴ്സ്. അത് കഴിഞ്ഞിട്ട് ബികോം. അതെന്താ? ആൻറ്റിയുടെ മോള് എലിസബത്ത് ചേച്ചി ബികോം, അതുകൊണ്ട് ഞാനും ബികോം. വേറെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ എടുത്തു എന്നല്ല, നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ് അഥവാ അഭിരുചി ഏത് തരത്തിലാണോ എന്ന് തിരിച്ചറിയണം. എന്നെ കേൾക്കുന്ന പാരൻസിന് ഒരു ചെറിയ അഡ്വൈസ്, 10ാം ക്ലാസ് ആവട്ടെ, ഈവൻ 12 ആയിക്കോട്ടെ, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പ്രധാന നഗരങ്ങളിൽ എറണാകുളത്തൊക്കെ തീർച്ചയായിട്ടും ഉണ്ട്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അഭിരുചി പരീക്ഷ, അഭിരുചി ടെസ്റ്റ് എന്നൊരു സംഭവമുണ്ട്. ഒരു 1500 ചെലവ് വരും അതിന്. പക്ഷെ അതിലൂടെ 68 പാരാമീറ്റേഴ്സ് അളന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കൾക്ക് ഏത് മേഖലയിൽ തിളങ്ങാൻ പറ്റുമെന്ന് തിരിച്ചറിയാൻ പറ്റും. സിമ്പിൾ ഉദാഹരണം, നന്നായിട്ട് സംസാരിക്കാൻ അറിയാൻ പാടാത്ത ആൾക്ക് ഒരു ടീച്ചർ ആവാൻ പറ്റുമോ? ഒരു വക്കീലാവാൻ പറ്റുമോ? ഇല്ല. നല്ല ബുദ്ധിയും ഓർമ്മശക്തിയും കണക്കൂട്ടാനുള്ള കഴിവും ഇല്ലാത്ത ആൾക്ക് ഒരു റിസർച്ചറോ ശാസ്ത്രജ്ഞനോ ആവാൻ പറ്റുമോ? ഇല്ല. നല്ല കൈവഴക്കം ഇല്ലാത്ത ഒരാൾക്ക് ഒരു സർജനോ ഒരു ഡോക്ടറോ ഒരു ആശാരിയോ ഒരു എഞ്ചിനീയറോ ആവാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഏത് തരത്തിലാണ് അവരുടെ കഴിവുകൾ നിൽക്കുന്നത് എന്ന് തിരിച്ചറിയാനുള്ള ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് മക്കൾക്ക് ചെയ്താൽ അവരുടെ ഫ്യൂച്ചറിന് അത് വളരെ 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 ഹെൽപ്ഫുൾ ആയിരിക്കും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ ട്യൂഷൻ സെഷനിൽ കിട്ടുന്ന നോട്ട്സ് ഒരു കാരണവശാലും കളയരുത്. 8th സ്റ്റാൻഡേർഡ് തൊട്ടാ ഞാൻ പറയുന്നത്, ബിക്കോസ് യു മേ ബി യൂസിങ് ദിസ് ഫോർ യുവർ എൻട്രൻസ് എക്സാം ഇൻ 12th സ്റ്റാൻഡേർഡ്. അതുകൊണ്ട് ഈ നോട്ട്സും ഈ ക്ലാസ്സുകളും എല്ലാം സൂക്ഷിച്ചു വയ്ക്കുക. ഇന്നല്ലെങ്കിൽ നാളെ നമുക്കത് വളരെ വളരെ ഉപയോഗമായി വരും. അതുകൊണ്ട് ഒരു കാരണവശാലും അത് ഉപേക്ഷിക്കരുത്. അപ്പൊ അടുത്ത ഗെയിമിലേക്ക് കിടക്കാം. ഓക്കെ, റൈറ്റ്. കൈ ഇങ്ങനെ പിടിക്കാം. ഓക്കെ, കൂടി പിടിച്ചു. ഇനി ഒന്നും ചെയ്യണ്ട. ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഞാൻ നിങ്ങളോട് ഈ 2 ചൂണ്ട് വിരലെന്താ ഇങ്ങനെ പൊക്കാൻ പറയും. ഇപ്പൊ പൊക്കണ്ട. ഇങ്ങനെ പൊക്കാൻ പറയും. ഇങ്ങനെ പൊക്കാൻ പറയുമ്പോൾ നിങ്ങൾ ഭയങ്കര ശക്തിക്ക് അകത്തോ വേണ്ട, ഭയങ്കര അടുപ്പിച്ച് പിടിക്കുകയും വേണ്ട. ഒട്ടും ബലം കൊടുക്കാതെ ഇങ്ങനെ തന്നെ പിടിക്കുക. അതിനുശേഷം നമ്മൾ ആ വിരലിലേക്ക് നോക്കിയിട്ട് വിരലിനോട് അടുക്കാൻ പറയും. ഓക്കെ, അടുക്കാൻ പറയുന്നത് ഇംഗ്ലീഷിലാണ് പറയാൻ വേണ്ടത്, കം ക്ലോസർ എന്ന് പറയുന്നത്. അത് ഉറക്ക പറയണം, കം ക്ലോസർ. കണ്ണുകൊണ്ട് ഈ വിരലിട്ട് നോക്കിയിട്ട് വിരലിനോട് അടുക്കാൻ പറയണം. മനസ്സുകൊണ്ട് വിരലിനോട് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ അടുപ്പിക്കാനൊന്നും പോകണ്ട, തന്നെ അടുക്കുവോ ഇല്ലയോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, റെഡി? പിടിച്ചോളൂ, ചൂണ്ടുവിരൽ പൊക്കിക്കോളൂ. ഇനി വിരലിലേക്ക് നോക്കിയിട്ട് കം ക്ലോസർ എന്ന് പറ. കം ക്ലോസർ. വിരലെ അടുത്തുവാ വിരലെ അടുത്തു. മൈ ഫിംഗേഴ്സ് ആർ ഗെറ്റിംഗ് അട്രാക്റ്റഡ്. എന്റെ വിരൽ ചേർന്ന് വരുന്നു, അടുത്തു വരുന്നു. കം ക്ലോസർ എന്ന് ഉറക്കെ പറഞ്ഞാലേ വരുള്ളൂ. വിരലിലേക്ക് നോക്കി അടുക്കാൻ പറ. കം ക്ലോസർ. ചേർന്നു. മുട്ടാറായി. കം ക്ലോസർ. മൈ ഫിംഗേഴ്സ് ആർ കമ്മിങ് ക്ലോസർ. എന്റെ വിരൽ അടുത്ത് വന്നു. ഈ അലോന റോസിനെ പോലെ ഈ വിരളൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കണവരുടെ ഒന്നും അടുക്കൂല കേട്ടോ അലോന. എത്ര പേർക്ക് അടുത്തു? കൈവയ്ക്കുകയെ നോക്കട്ടെ, എത്ര പേർക്ക് മൈൻഡ് പവർ? നോഹോ, 80%. വെരി ഗുഡ്. ഇവിടെ സംഭവിച്ചത് എന്താണെന്നറിയാമോ? നമ്മുടെ മനസ്സ് നമ്മുടെ വിരലിനോട് പറഞ്ഞു, അത്രേ ഉള്ളൂ. അത് തന്നെയാണ് നടന്നത്. സോ ഡിയർ ഫ്രണ്ട്സ്, ആദ്യം മാറേണ്ടത് തോട്ട് പ്രോസസ്. നിങ്ങളുടെ ചിന്തകൾ മാറുമ്പോൾ വാക്കുകൾ മാറും, വാക്കുകൾ മാറുമ്പോൾ പ്രവൃത്തി മാറുമ്പോൾ ശീലം മാറുമ്പോൾ സ്വഭാവം മാറുമ്പോൾ എന്ത് മാറും? മനോഭാവം മാറുമ്പോഴാണ് നമ്മുടെ ഭാവി, നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ്. അത് അവിടെ ഒരാളുടെ ഇതുവരെ അടുത്തില്ലേ? ഹലോ നിഹാര, അടുപ്പിക്കുക. നിഹാര ഇങ്ങനെ അടുപ്പിച്ചുകൊണ്ടിരിക്കുക. മതി, കഴിഞ്ഞു, ഗെയിം കഴിഞ്ഞു. കയ്യൊക്കെ താത്ത, ഞങ്ങളൊക്കെ എഴുന്നേറ്റ് പോയി. റൈറ്റ്, നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോ യുവർ തോട്ട്സ് ബിക്കം വേർഡ്സ്, യുവർ വേർഡ്സ് ബിക്കം ആക്ഷൻ, യുവർ ആക്ഷൻ ബിക്കംസ് ഹാബിറ്റ്, habits become character becomes your attitude, and attitude decides your destiny. So dear friends, നെഗറ്റിവിറ്റി, ഇന്ന് സാറ് ക്ലാസ് തുടങ്ങിയപ്പോൾ പറഞ്ഞ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ മനസ്സിലുള്ള നെഗറ്റിവിറ്റിയാണ് നമുക്ക് ആദ്യം മാറ്റേണ്ടത്. ഞാൻ ചോദിക്കട്ടെ കൂട്ടുകാരെ, വീട്ടിൽ പണമില്ലാത്തത് കൊണ്ട് ഭക്ഷണം കഴിക്കാതെ ഇരുന്നിട്ടുണ്ടോ നിങ്ങൾ? വീട്ടിൽ മോനെ ഇന്ന് അരി മേടിക്കാൻ കാശില്ല, അതുകൊണ്ട് സോണ നമുക്ക് കിടന്നുറങ്ങാം, ഇന്ന് ചോറില്ല കേട്ടോ. തീർത്താ ഇന്ന് അച്ഛന് പൈസയൊന്നും കിട്ടിയില്ല, പണിയില്ലായിരുന്നു, അതുകൊണ്ട് 2 ദിവസത്തേക്ക് ഇവിടെ ഭക്ഷണം ഇല്ല കേട്ടോ.
മരിയ മാർട്ടിൻ, ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നമുക്ക് ദിവസം ചിക്കനും ബീഫ്, ഇന്ന് എല്ലാ ദിവസവും ചിക്കനേ ഉള്ളോ ഇവിടെ എന്നാണ് നമ്മുടെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾക്ക് മാരകമായ ക്യാൻസർ ബാധിച്ച് വേദനയും കൊണ്ട് പൊളഞ്ഞ് എന്നാണ് മരണം എന്ന് കാത്തിരിക്കുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? ഇല്ല. ദൈവ അനുഗ്രഹം കൊണ്ട് നിങ്ങൾ ആരോഗ്യമായിട്ടിരിക്കുക. 3, സ്കൂൾ കഴിഞ്ഞ് വീട്ടിൽ പോകാൻ നിവൃത്തിയില്ല. ഞാൻ അവിടെ മൂവാറ്റുപുഴ ബസ് സ്റ്റാൻഡിലാണ് കിടന്നുറങ്ങണത്. എനിക്ക് ഒരു നിവൃത്തിയില്ല, കാരണം വീടില്ല കയറി കിടക്കാൻ. ആരെങ്കിലും ഉണ്ടോ അങ്ങനെ? ഇല്ല. 4ാമത് ചോദിക്കട്ടെ, നീ 12ാം ക്ലാസ് കഴിഞ്ഞിട്ടേ നീ ഡിഗ്രിക്കൊന്നും പോകണ്ട, പണിക്ക് പോയാൽ മതി എന്ന് ഏതെങ്കിലും അച്ഛനും അമ്മയും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അടുത്ത ചോദ്യം ഇച്ചിരി കടുപ്പാണ്. സ്വന്തം അച്ഛൻ ആരാണെന്ന് അറിയാൻ പാടാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഞാൻ ചോദിക്കാൻ കാരണം ഈ 5 തരത്തിലുള്ള ആൾക്കാരെയും വർഷത്തിൽ 2 പ്രാവശ്യമെങ്കിലും ഞാൻ കാണാറുണ്ട്. അട്ടപ്പാടി അഗളിക്ക് നിന്ന് 12 കിലോമീറ്റർ കാട്ടിലൊരു മെഡിക്കൽ ക്യാമ്പിന് പോവുക. ഒരു ചിപ്സ് കഴിച്ചോണ്ടാണ് ഞങ്ങൾ പോണേ. വഴിക്ക് വെച്ച് ഈ കവറിൽ നിന്ന് ചിപ്സ് താഴേക്ക് വീണപ്പോൾ 4-5 ആദിവാസി കൊച്ചു പിള്ളേർ ഓടി വന്നിട്ട് പുല്ലും മണ്ണും ചിപ്സും എല്ലാം കൂടെ വാരി തിന്നുക. ഏയ് അമ്മ എന്നമ്മാ പண்ற സാപ്പിടാതുങ്ക, അതെല്ലാം കേട്ട ഇത്. ആ കൊച്ചു പറഞ്ഞെന്താ അറിയോ? സാർ പശിക്കുത് സാർ, വിശക്കണ് സാറേ. അച്ഛനും അമ്മയും കാട്ടി പോയിട്ട് 2 ദിവസമായി, പച്ചവെള്ളം കുടിച്ചാൽ ജീവിക്കണം, വിശന്നിട്ടും പാടില്ല. വിശപ്പിന്റെ വില നമുക്കറിയാവോ? നമ്മുടെ പ്രോബ്ലം മൊബൈലിന്റെ ബ്രാൻഡ് പോരാ, ഇന്റർനെറ്റിന്റെ റേഞ്ച് പോരാ, നെറ്റ്ഫ്ലിക്സിൽ എനിക്ക് മെമ്പർഷിപ്പ് കിട്ടിയില്ല, 1500 ചുരിദാർ എനിക്ക് മേടിച്ച് തന്നുള്ളൂ, എനിക്ക് എന്തുകൊണ്ട് ബൈക്ക് മേടിച്ച് തരുന്നില്ല. നമ്മുടെ പ്രോബ്ലം ഒക്കെ എന്ത് ചിരി വരുന്ന പ്രോബ്ലം എന്ന് ആലോചിച്ചു. കാരണം നമ്മളെല്ലാം മുകളിലേക്കാണ് നോക്കണം, ഇടയ്ക്കൊന്ന് താഴേക്ക് നോക്കണം. ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തോട് നന്ദി പറയണം. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നന്ദി പറയണം. എനിക്കൊരു അച്ഛനും അമ്മയുണ്ട്. ഞാനൊരു അനാഥാലയത്തിൽ പോയി 10 വയസ്സുള്ള ഒരു പയ്യൻ, സിനിമ കണ്ടിട്ടാണോ എന്നറിയില്ല, എന്നോട് ചോദിച്ചു, സാറേ അമ്മത്തൊട്ടിലിൽ എൻ്റെ അമ്മ എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കി, അമ്മയുടെ പേരും അഡ്രസ്സും ഇവിടെ ഉണ്ട്, ഞാൻ കണ്ടുപിടിച്ചു, അമ്മേനെ ഞാൻ ഒരു ദിവസം കാണാൻ പോകുന്നുണ്ട്, പക്ഷെ എൻ്റെ അച്ഛൻ ആരാണെന്ന് എനിക്ക് അറിയണം സാറേ, സാറിന് എന്നെ സഹായിക്കാമോ? സിനിമ കണ്ടിട്ടാന്ന് എനിക്ക് തോന്നുന്നു. എന്നോട് ചോദിച്ചതാ, എൻ്റെ അച്ഛൻ ആരാണെന്ന് എനിക്ക് അറിയണം സാറേ. നമ്മളൊന്നും ജീവിതത്തിൽ ബുദ്ധിമുട്ട് അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് മക്കളെ, സാറ് പറഞ്ഞ പോലെ കുഞ്ഞുമക്കളെ, നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്ത് എപ്പോഴും ഒരു പോസിറ്റീവ് തോട്ട്സ് മനസ്സിലുണ്ടാകട്ടെ. ആ തോട്ട്സ് മനസ്സിലുണ്ടാകുമ്പോഴാണ് നമുക്ക് കൂടുതൽ എനർജി, മനസ്സിൽ നിന്നും ടെൻഷൻ എല്ലാം വേറെ വഴിക്ക് പോവുള്ളൂ. ഈ പഠിച്ച് ഞാൻ വിജയിച്ച് മുമ്പോട്ട് പോകും എന്ന് നമുക്ക് തോന്നും. എൻ്റെ മകള് ഇപ്പം ഡിഗ്രി 4ാം വർഷം പഠിക്കുക കേട്ടോ, ഡോക്ടറാവാൻ പഠിക്കുക. 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ട്, പാരൻസ് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ, കേൾക്കുന്ന പാരൻസ്, കുട്ടികൾക്കും കൂടെ ഉള്ളതാണ്. നമ്മുടെ മക്കൾക്ക് ഉപദേശം, നിർദ്ദേശം, റൂൾസ്, റെഗുലേഷൻസ്, കൽപ്പന, ഇതിനേക്കാളും അപ്പുറം അവരിലേക്ക് ചെല്ലാൻ പറ്റിയത് ചിത്രങ്ങളായിട്ടാണ്. 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മകളോട് എല്ലാത്തിനും A+ വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, മോളെ മരട് ഗ്രിഗോറിയൻ പബ്ലിക് സ്കൂളിന്റെ മുമ്പിൽ വലിയൊരു ബോർഡ് വരും, കൺഗ്രാജുലേഷൻസ് നോറ സി പുലയറ്റ്, ഓൾ A+ സ്റ്റാഫ് ആൻഡ് സ്റ്റുഡൻസ് ആൻഡ് PTA. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, മരട് ജംഗ്ഷനിൽ അവരൊരു ബാനർ വയ്ക്കും. എടി, നമ്മുടെ സൗവർണിക റെസിഡൻസ് അസോസിയേഷൻ ബാനർ വയ്ക്കും നിന്റെ ഫോട്ടോ വെച്ചിട്ട്, നോറ സി പുലയത്തിന് അഭിനന്ദനങ്ങൾ, 10ാം ക്ലാസ്സിൽ എല്ലാത്തിനും A+ വാങ്ങിച്ച. ശരിയല്ലേ? നമ്മുടെ കരിങ്ങാച്ചിറ പള്ളിയുടെ മുമ്പിൽ വയ്ക്കും ഒരു ബോർഡ്. അയ്യോ, അത് കൊള്ളാലോ. നിനക്കറിയാവോ, അനൂപ് ജേക്കബ് MLA-യുടെ 2000 രൂപ ക്യാഷ് അവാർഡ് ഉണ്ട്. ആണോ അപ്പേ? ആ ഉണ്ട്. YMCA, വൈസ്മെൻ, JCI, ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ, മോർ ഗ്രിഗോറിയോസ് കുടുംബ യൂണിറ്റ്, മാമല കോപ്പറേറ്റീവ് സൊസൈറ്റി, തിരുവാണിയൂർ പഞ്ചായത്ത്. എൻ്റെ സ്ഥലം ഇവിടെ തൃപ്പൂണിത്തുറ അടുത്താണ്. എൻ്റെ നാട്ടിൽ അപ്പം ഞാൻ കണക്കെടുത്തപ്പോൾ ഒരു 14 മെമൻറ്റോയും ഒരു 5 ക്യാഷ് അവാർഡും. നീ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നോറ സി പുലയത്ത് ഓൾ A+. അപ്പം നടന്നു വരുന്നു, സമ്മാനം മേടിക്കുന്നു, പോകുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ചിത്രങ്ങളായിട്ട് മനസ്സിൽ കാണും. 12th ക്വസ്റ്റ്യൻ പേപ്പർ പരീക്ഷാ ഹാളിൽ ഇരിക്കുകയാണ്, ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നു. അയ്യോ, ഞാൻ പഠിച്ച ക്വസ്റ്റ്യൻ തന്നെ, അയ്യോ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ, ദേ ഇന്നലെ വായിച്ച ക്വസ്റ്റ്യൻ. ആ രംഗമാണ് മനസ്സിൽ കാണുന്നത്. അല്ലാണ്ട് അയ്യോ ഞാൻ പഠിച്ച ചോദ്യം എങ്ങാൻ വരുമോ, പഠിക്കാത്ത എങ്ങാൻ വരുമോ, എന്നെ കൊണ്ട് എഴുതാൻ പറ്റുമോ, എന്നെ കൊണ്ട് സമയം തികയോ, അയ്യോ എന്ന് വിചാരിച്ചെന്ന് അതാ സംഭവിക്കുള്ളൂ. ഇത് സയൻസ് പറഞ്ഞ കേട്ടോ, അതിൻ്റെ പേര് ന്യൂറൽ പാത്വേ അഥവാ ലോ ഓഫ് അട്രാക്ഷൻ. നിങ്ങൾ ചിന്തിക്കുന്നതേ നിങ്ങൾക്ക് വരുള്ളൂ. അതുകൊണ്ട് നല്ല കാര്യം ചിന്തിക്കുക. ആ റിസൾട്ട് വന്നിട്ടേ ലഡുവായിട്ട് അയൽവക്കത്തെ ചേച്ചിക്ക് ചെല്ലുമ്പോൾ ചേച്ചി ചോദിക്കും, നിനക്കോ എല്ലാത്തിനും ഏവണ്ണോ, ഓ എങ്ങനെ സാധിച്ചേ? ആ പറയുന്ന ശബ്ദം കേൾക്കണം. ടീച്ചേഴ്സ് വന്നിട്ട് കൺഗ്രാലേഷൻ മോളെ സ്വാതി, അശ്വതി അടിപൊളി മോളെ സന്തോഷമായി എന്ന് പറയുമ്പോൾ അശ്വതി ആ രംഗം ഓർക്കണം, ടച്ച്, സൗണ്ട്, ആ ലഡുവിൻ്റെ മധുരം, മറ്റേ ഇൻസ്റ്റാഗ്രാമിലെ പോസ്റ്റ്, ബാനർ. അപ്പോൾ മാതാപിതാക്കളും കൊടുക്കേണ്ട ഇതാണ്, മോളെ 10ാം ക്ലാസ്സിൽ നീറ്റ് എഴുതിയിട്ട് നീ ആ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ MBBS ചേർന്നിട്ടുണ്ടല്ലോ,
ഒരു 5.5 കൊല്ലം കൂടെ MBBS കഴിഞ്ഞ് സ്റ്റെതസ്കോപ്പ് ഒക്കെ വെച്ച് നീ എന്നെ ഇങ്ങനെ പരിശോധിക്കണം. ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടറി, അയ്യോ എനിക്കങ്ങ് സന്തോഷം വന്നിട്ടും പാടില്ല. എടാ മോനെ അദ്വൈതേ, നീ ഒരു ഡിഗ്രി ഒക്കെ എടുത്തിട്ട് ഒരു ഗവൺമെൻറ് ജോലി ഇങ്ങനെ കസേരയിൽ ഇങ്ങനെ കറങ്ങിയിരിക്കണത്. എടാ ദേവനാരായണൻ, നീ ഒരു IPS കാരനാവണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ കഴിഞ്ഞ ദിവസം യൂണിഫോം ഒക്കെ ഇട്ട് ഇങ്ങനെ സല്യൂട്ട് ചെയ്യണമൊക്കെ ഞാൻ കണ്ടിട്ടാ. ചിത്രങ്ങൾ കൊടുക്കണം, ഗീവ് പിക്ചേഴ്സ് ടു മക്കളും അതേപോലെ നല്ല പിക്ചേഴ്സ് മനസ്സിൽ കാണുക. ഈ പെരുമ്പാവൂർ അടുത്തൊരു സ്കൂളിൽ ഞാനൊരു ക്ലാസ് എടുക്കാൻ പോയപ്പം എല്ലാ കുട്ടികളോടും പറഞ്ഞു, പ്ലീസ് കം ഫോർവേഡ് ആൻഡ് ടെൽ അബൌട്ട് യുവർ അംബിഷൻ. ഹലോ കേൾക്കുന്നുണ്ടോ? ബോറടിച്ചോ? ഗഗന പറഞ്ഞേ, ഗഗന ബോറടിച്ചോ? പരിപാടി നിർത്തട്ടെ? ബോറടിച്ചില്ല? 10 മിനിറ്റ് കൂടെ സംസാരിച്ചോട്ടെ? എല്ലാവർക്കും വേണ്ടി എന്നിട്ട് അതാണല്ലോ പറയുന്നത്, സന്തോഷത്തോടെ പറ. അമ്മയോട് ചോദിച്ചേ 10 മിനിറ്റ് കൂടെ ഇരിക്കുമെന്ന് ചോദിച്ചേ. എന്താ അമ്മേ 10 മിനിറ്റ് കൂടെ സംസാരിച്ചോട്ടെ? ഓക്കെ, കുഴപ്പമില്ല. അത് നമുക്കൊരു ഗെയിം കളിക്കാം. ഗെയിം കളിച്ചിട്ടാകട്ടെ. എത്ര പേര് ഉഷാറായിട്ട് പങ്കെടുക്കും നോക്കട്ടെ. തിങ്ക് അബൌട്ട് എ നമ്പർ ബിലോ 10. 1 മുതൽ 9 വരെയുള്ള നമ്പർ മനസ്സിൽ വിചാരിച്ചോ? ഏതെങ്കിലും ഒരു നമ്പർ 1 to 9 ഇൻക്ലൂസീവ്, ബോത്ത് 1 and 9. ഇവാമേരിക്ക് എന്താ നമ്പർ കിട്ടിയോ? തപസ്യക്ക് കിട്ടി. ഓക്കെ, റെഡി. ഇനി മൾട്ടിപ്ലൈ ദാറ്റ് നമ്പർ വിത്ത് 9. ഇപ്പൊ ചിലരൊക്കെ ചെറിയ നമ്പർ ആക്കിട്ടോ. 7, 8, 9 ഇപ്പോൾ 2, 3, 4 ഇട്ട് മാറിയിട്ടുണ്ട്. 10 താഴെയുള്ള നമ്പറിനെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തെങ്കിൽ കൈപോക്കൂ, തംസപ്പ് പറയും. ചെയ്തു. മൾട്ടിപ്ലൈ ദാറ്റ് നമ്പർ വിത്ത് 9. ഓക്കെ, നൗ ഇപ്പോൾ ഒരു ഉത്തരം കിട്ടിയിട്ടുണ്ടല്ലോ. ആ ഉത്തരത്തിലെ 2 ഡിജിറ്റ്സ് തമ്മിൽ ആഡ് ചെയ്യണം. ഇഫ് ഇറ്റ് ഇസ് 25, 2 + 5. ഇഫ് ഇറ്റ് ഇസ് 30, 3 + 0. ഇഫ് ഇറ്റ് ഇസ് 72, 7 + 2. ഇഫ് ഇറ്റ് ഇസ് 9, 0 + 9. അങ്ങനെ ആ 2 ഡിജിറ്റ് കൂട്ടിയോ? ക്ലിയർ ആണല്ലോ? 10 താഴെ നമ്പർ മൾട്ടിപ്ലൈ വിത്ത് 9, ആഡ് ദ 2 ഡിജിറ്റ്സ് ഓഫ് യുവർ ആൻസർ. നൗ സബ്സ്ട്രാക്ട് 5 ഫ്രം യുവർ ആൻസർ. ഇപ്പൊ കിട്ടിയേക്കുന്ന ഉത്തരത്തിൽ നിന്ന് 5 കുറയ്ക്കണം. കുറച്ചെങ്കിൽ അപ്പൊ തംസപ്പൂറ അടുത്ത സ്റ്റെപ്പ് ഇട്ട് കിടക്കണം. 10 താഴെ നമ്പർ മൾട്ടിപ്ലൈ വിത്ത് 9, ആഡ് ദ 2 ഡിജിറ്റ്സ് ഓഫ് യുവർ ആൻസർ, സബ്സ്ട്രാക്ട് 5 ഫ്രം ദാറ്റ്. കുറച്ചല്ലോ അല്ലേ? യെസ്. ഇപ്പൊ കിട്ടിയേക്കണ നമ്പർ എത്രയാന്ന് പറയണ്ട, അത് മനസ്സിൽ ഇംഗ്ലീഷിലൊന്ന് എഴുതുക. അതായത് 5 ആണെങ്കിൽ FIVE, 10 ആണെങ്കിൽ TEN, 3 ആണെങ്കിൽ THREE. അങ്ങനെ മനസ്സിലൊന്ന് എഴുതിയോ? എല്ലാവരും ഇപ്പൊ കിട്ടിയേക്കണ നമ്പർ എഴുതിയോ മനസ്സിൽ ഇംഗ്ലീഷിൽ? ഓക്കെ, ആ ഇംഗ്ലീഷിൽ എഴുതിയ നമ്പറിന്റെ ലാസ്റ്റ് ഉള്ള ലെറ്റർ ഏതാണെന്ന് മനസ്സിലാലോചിക്കുക. 8 ആണെങ്കിൽ EIGHT, T ആണ്. 10 ആണെങ്കിൽ N ആണ്. 1 ആണെങ്കിൽ E ആണ്. 6 ആണെങ്കിൽ X ആണ്. ആ ലാസ്റ്റ് ലെറ്റർ മനസ്സിൽ കിട്ടിയോ? യെസ്. ആ ലെറ്ററിൽ തുടങ്ങുന്ന ഒരു കളർ മനസ്സിൽ വിചാരിക്കുക. കളർ കിട്ടിയോ? യെസ്. ഈ കളറിന്റെ ലാസ്റ്റ് ലെറ്ററിൽ തുടങ്ങുന്ന ഒരു കൺട്രി വിചാരിക്കണം, രാജ്യം. നോക്കട്ടെ എത്ര പേർക്ക് അതിൽ തുടങ്ങുന്ന രാജ്യം കിട്ടും നോക്കട്ടെ. കളറിന്റെ ലാസ്റ്റ് ലെറ്ററിൽ തുടങ്ങുന്ന കൺട്രി കിട്ടിയോ? ദിയ, സി, ലിജോ കിട്ടി? എത്ര പേർക്ക് കൺട്രി കിട്ടി നോക്കട്ടെ? വെരി ഗുഡ്. കൺട്രിയുടെ ലാസ്റ്റ് ലെറ്ററിൽ തുടങ്ങുന്ന ഒരു ആനിമൽ വേണം. മൃഗം. കൺട്രിയുടെ ലാസ്റ്റ് ലെറ്ററിൽ തുടങ്ങുന്ന ഒരു ആനിമൽ. എത്ര പേർക്ക് ആനിമൽ കിട്ടി? ഗുഡ്. ആനിമലിന്റെ ലാസ്റ്റ് ലെറ്ററിൽ തുടങ്ങുന്ന ഒരു ഫ്രൂട്ട് വേണം. ആപ്പിള്, മുന്തിരി, ഏതെങ്കിലും ഫ്രൂട്ട്. ആനിമലിന്റെ ലാസ്റ്റ് ലെറ്ററിൽ തുടങ്ങുന്ന ഫ്രൂട്ട് കിട്ടിയോ? യെസ്. തംസപ്പ്. കിട്ടിയവർ തംസപ്പ്. ഫായിസിന് എന്ത് പറ്റി? അബ്ദുള്ള, ഫായിസ്, റാഫി ഒന്നും കിട്ടിയില്ല, ഇടയ്ക്ക് വെച്ച് നിന്നുപോയോ? ഓക്കെ, ഫ്രൂട്ടിന്റെ ലാസ്റ്റ് ലെറ്ററിൽ തുടങ്ങുന്ന ഒരു ബേർഡ് വേണം, പക്ഷി. ജവാൻ പറയാ ഇത് എന്നെ കൊണ്ട് പോകുള്ളൂ, കുറെ നേരമായാലും, ഇനി ഞാൻ എന്തൊക്കെ ആലോചിക്കണം. പ്രണവേ കിട്ടിയോ? കിട്ടിയോ? ഗുഡ്. ഈ പക്ഷിയുടെ ലാസ്റ്റ് ലെറ്ററിൽ തുടങ്ങുന്ന വീണ്ടും ഒരു അനിമൽ. വീണ്ടും ഒരു അനിമൽ. പക്ഷിയുടെ ലാസ്റ്റ് ലെറ്ററിൽ തുടങ്ങുന്ന വീണ്ടും ഒരു അനിമൽ. കിട്ടിയോ? അർജുൻ കിട്ടിയോ? കിട്ടി. അപ്പൊ നമുക്കൊരു രാജ്യമുണ്ട്, ഒരു കളറുണ്ട്, ഒരു രാജ്യമുണ്ട്, ഒരു മൃഗമുണ്ട്, ഒരു ഫ്രൂട്ടുണ്ട്, ഒരു പക്ഷിയുണ്ട്, വീണ്ടും ഒരു മൃഗമുണ്ട്, ഒരു നമ്പറുണ്ട്. ശരിയല്ലേ? എല്ലാം കിട്ടിയില്ലേ? അത്രേ ഉള്ളൂ, ഗെയിം കഴിഞ്ഞു, അത്രേ ഉള്ളൂ, തീർന്നു. ചുമ്മാ നിങ്ങളെ കൊണ്ട് അതും ഇതൊക്കെ ചെയ്യിച്ചല്ലേ? അല്ല, നിങ്ങളിൽ 99% ആൾക്കാർക്കും സെയിം ഉത്തരാണ്. നിങ്ങൾക്ക് കിട്ടിയ നിറം ചുമപ്പ്. തംസപ്പ്.
നിങ്ങളുടെ രാജ്യം ഡെൻമാർക്ക്, മൃഗം കങ്കാരു, ഫ്രൂട്ട് ഓറഞ്ച്, പക്ഷി ഈഗിൾ, രണ്ടാമത് കിട്ടിയ മൃഗം എലിഫന്റ്. ശരിയാണോ? തംസ് അപ്പ്. യെസ് യെസ് യെസ്, ഗ്രേറ്റ്. ഡി വെച്ച് ഡൊമിനിക്ക റിപ്പബ്ലിക്ക ഉണ്ടായിരുന്നു, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ഉണ്ടായിരുന്നു, എന്ത് കിട്ടാണ്ടിരുന്നേ? കെ വെച്ച് കങ്കാരു അല്ലാണ്ട് കൊയിലാബിയർ ഉണ്ടായിരുന്നു, എന്ത് കിട്ടാണ്ടിരുന്നേ? ഈ വെച്ച് ഈഗിൾ അല്ലാണ്ട് യമു ഉണ്ടായിരുന്നു, എന്തേ ചിന്തിക്കാണ്ടിരുന്നേ? അപ്പം നിങ്ങൾക്ക് ഏത് നമ്പർ കിട്ടുമെന്ന് അറിയാം, അതിലൂടെ ഞാൻ തട്ടിപ്പ് കാണിച്ച കേട്ടോ, വലിയ മാജിക് ഒന്നും അല്ല ഇത്. വ്യത്യസ്തമായിട്ട് ചിന്തിക്കുക, പുതിയതായിട്ട് പ്രവർത്തിക്കുക. ഇനി പറയുന്നത് കുറച്ച് സീരിയസ് കാര്യമാണ്, ശ്രദ്ധിച്ചേക്കണം. ഓക്കെ, റൈറ്റ്. 3 തരത്തിലുള്ള ലേണേഴ്സ് ആണ് ഉള്ളത്. നമ്മൾ പഠിക്കുന്ന രീതി 3 തരത്തിലാവാം. അതായത് 3 സെൻസസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 5 സെൻസസ് ഉണ്ട്, ഒന്ന് രുചി, ഒന്ന് മണം. അത് രണ്ടും ഞാനിപ്പോൾ പറയുന്നില്ല, ബാക്കി 3 എണ്ണം. നമ്പർ 1 ഓഡിറ്ററി ലേണിംഗ് എന്ന് പറയും. ചിലവർ എങ്ങനെയാണ് വായിക്കുന്നത്? ഹെൽത്ത് ഇസ് ഡിഫൈൻഡ് ആസ് എ സ്റ്റേറ്റ് ഓഫ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീങ് ആൻഡ് നോട്ട് മിയർ ആബ്സെൻസ് ഓഫ് ഡിസീസ്. ഹെൽത്ത് ഇസ് ഡിഫൈൻഡ് ആസ്, ഇങ്ങനെ ഉറക്ക വീണ്ടും വായിച്ചു പഠിക്കുന്നവരുണ്ട്. തെറ്റല്ല, അതാണ് ഒരു ടൈപ്പ് ഓഫ് ലേണിംഗ്. അതിന്റെ പേരാണ് ഓഡിറ്ററി ലേണിംഗ്. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ലേണിംഗിന്റെ പേരാണ് വിഷ്വൽ ലേണിംഗ്. പുസ്തകം തുറക്കുന്നു, വായിക്കുന്നു, പക്ഷെ ഉറക്ക വായിക്കില്ല, മനസ്സിലെ വായിക്കുള്ളൂ. ഇങ്ങനെ വായിക്കുള്ളൂ, ഉറക്ക വായിക്കില്ല, പക്ഷെ പുസ്തകത്തിൽ നോക്കി പഠിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് രണ്ടാമത്തെ ലേണിംഗ്. ഇതിന്റെ പേരാണ് വിഷ്വൽ ലേണിംഗ്. മൂന്നാമത്തെ കൂട്ടർ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? പഠിക്കുന്നതിൻ്റെ ഒപ്പം നോട്ട്ബുക്കും പേനയും ഒക്കെ എടുത്തിട്ട് നോട്ട്സ് ഉണ്ടാക്കും, എന്നിട്ട് ഫ്ലോ ചാർട്ട് വരയ്ക്കും. കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, അരമർ കാർബൺ ഡയോക്സൈഡ് പ്ലസ് ഓക്സിജൻ, ചില ഫസ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ്, ചിലവർ ബുള്ളറ്റ് പോയിന്റ്സ് എഴുതും, ചിലവർ ന്യൂമോണിക്സ് ഉണ്ടാക്കും. എഴുതി പഠിക്കുന്നവർ, കണ്ട് പഠിക്കുന്നവർ, കേട്ട് പഠിക്കുന്നവർ, അഥവാ ഓഡിറ്ററി സൈക്കോളജിക്കൽ ഡൊമൈൻ ഉപയോഗിച്ച് പഠിക്കുന്നവർ, വിഷ്വൽ സൈക്കോളജിക്കൽ ഡൊമൈൻ ഉപയോഗിച്ച് പഠിക്കുന്നവർ, കിനസ്തെറ്റിക് സൈക്കോളജിക്കൽ ഡൊമൈൻ ഉപയോഗിച്ച് പഠിക്കുന്നവർ. ഇങ്ങനെ 3 തരത്തിലുള്ള ലേണിംഗ് ആണ് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്നത്. ചെറിയ ക്ലാസ്സിലുള്ളപ്പോൾ ടീച്ചർമാർ പറയും, ആ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ വിരലും കൂടെ ഓടിക്കാൻ പറയും. ഇങ്ങനെ വിരലും ഓടിക്കണം. ഒരിക്കൽ ഒരു കർഷകന് ഒരു കഴുത ഉണ്ടായിരുന്നു, ആ കഴുതയുമായി അയാൾ പോവുകയായിരുന്നു. എന്തിനാ വിരലോടിക്കാൻ പറയുന്നത്? അവിടെ കാഴ്ചയുമുണ്ട്, കേൾവിയുമുണ്ട്, സ്പർശനവുമുണ്ട്, ടച്ച്. ആ ടച്ചും കൂടെ വരണം. അപ്പൊ നിങ്ങളിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ലേണർ ആയിരിക്കും മുന്നിട്ട് നിൽക്കുന്നത്. പക്ഷെ ഇത് 3ഉം കൂടെ ചേർത്താലുണ്ടല്ലോ, പിന്നെ പഠിച്ച കാര്യങ്ങൾ മറക്കാൻ വളരെ ചാൻസ് കുറവാണ്. പഠിച്ച കാര്യങ്ങളെ നിങ്ങൾക്ക് ഓർത്തിരിക്കാനായിട്ടും വളരെ എളുപ്പമായിരിക്കും. പരീക്ഷ എഴുതുമ്പോൾ കൈ വിയർക്കുന്നവർ കൈവെക്കാമോ? കൈയുടെ അകം മുഴുവൻ വേർക്കുന്നു. റൈറ്റ്. യു സീരിയസ്ലി നീഡ്, ഒത്തിരി പേരില്ല, 3-4 പേരേ ഉള്ളൂ. നിങ്ങൾക്ക് ഉണ്ട്. സീരിയസ്ലി യു ഹാവ് എ ലിറ്റിൽ ഹോർമോണൽ ഇംബാലൻസ് എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം ഉള്ളംകൈ വേർക്കുക ടെൻഷനും കൊണ്ട് മാത്രമല്ല, ഹോർമോണൽ ഇംബാലൻസ്, അഡ്രിനാലിൻ്റെ കൂടുതലാവാം. അപ്പോൾ സമയവും സൗകര്യവും ഉള്ളപ്പോൾ ഒരു ഹോർമോണൽ ചെക്കിംഗ് നടത്തിയാൽ നല്ലതാണ്. നമ്പർ 1. അതുകൊണ്ട് കർച്ചീഫൊക്കെ ആയിട്ട് പോകും ആൾക്കാർ, കുഴപ്പമൊന്നുമില്ല. കൈയുടെ ഉള്ളം കൈ വറുക്കുന്നത്. മറ്റൊന്ന്, പരീക്ഷയ്ക്ക് 3 ദിവസം മുമ്പേ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം ഒഴിവാക്കണം. എക്സെപ്റ്റ് മീൻ, ചിക്കൻ, പോർക്ക്, ബീഫ്, മട്ടൺ തുടങ്ങിയ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം അറ്റ്ലീസ്റ്റ് 3 days ബിഫോർ അവോയ്ഡ് ചെയ്താൽ വളരെ നല്ലതാണ്. കാരണം വേറൊന്നുമല്ല, നോൺ വെജിറ്റേറിയൻ ഫുഡ് ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് കൂടുതൽ എനർജി മോളിക്യൂൾസ് വേണം. ATP നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അഡെനോസിൻ ട്രൈഫോസ്ഫേറ്റ് കൂടുതൽ യൂട്ടിലൈസ് ചെയ്യും. അപ്പോൾ ബ്രെയിനിലേക്കുള്ള ATPയുടെ സപ്ലൈ കുറയും. അതുകൊണ്ട് ഇറ്റ് ഈസ് ബെറ്റർ ടു അവോയ്ഡ് നോൺ വെജിറ്റേറിയൻ ഫുഡ് എക്സെപ്റ്റ് ഫിഷ്. ഫിഷ് ഒമേഗ ഫാറ്റി ആസിഡ് ഉള്ളതെന്ന് നിങ്ങൾക്കറിയാം. ഫിഷ് കുഴപ്പമില്ല, ബാക്കിയുള്ളത് ഇൻക്ലൂഡിങ് എഗ് എന്നും കൂടെയാണ് സയൻസ് പറയുന്നത്, ഒഴിവാക്കിയാൽ നന്നായിരിക്കും. പകരം ഫൈബ്രസ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് കൂടുതലായിട്ട് കഴിക്കാൻ ശ്രമിക്കുക. അതിന് നാടൻ 3 സാധനങ്ങളാണുള്ളത്. 1 കഞ്ഞിവെള്ളം. കഞ്ഞിവെള്ളം സ്റ്റാർച്ചിൻ്റെ വലിയൊരു സോഴ്സാണ് കഞ്ഞിവെള്ളം. 2 തൈര്. 3ാമത്തെ ഫ്രൂട്ടിൻ്റെ പേര് പൊമോഗ്രാനൈറ്റ്, നമ്മുടെ മാതള നാരങ്ങ, ആ സാധനം. പൊമോഗ്രാനൈറ്റ്, തൈര്, കഞ്ഞിവെള്ളം, ഇത് 3ഉം പരീക്ഷാ സമയത്ത് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. രാത്രി പഠിക്കുന്നവരും രാവിലെ പഠിക്കുന്നവരും ഉറക്കം കളയാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമുണ്ട്, കട്ടൻ കാപ്പി. അല്ലേ അനന്യ? കട്ടൻ കാപ്പി. അമ്മ പറഞ്ഞിട്ടുണ്ട് കാപ്പിയിൽ കഫീൻ ഉണ്ട്, അതുകൊണ്ട് മോളെ നീ കാപ്പി കുടിക്കണ്ട, ചായ കുടിച്ചാൽ മതി, കട്ടൻ ചായ കുടിച്ചാൽ മതി. കട്ടൻ ചായയിലും കഫീനുണ്ട്. കാപ്പിയിൽ മാത്രമല്ല, പാലിലും ചായയിലും കഫീനുണ്ട്. ഈ 2 സാധനവും ഉറക്കം മാറ്റും, ഉഷാറായിട്ടിരിക്കാൻ സഹായിക്കും എന്നുള്ളത് തെറ്റിദ്ധാരണയാണ്. അത് കുടിച്ച ഉടനെ ഒരു ഉഷാറൊക്കെ ഉണ്ടാവും. വിത്തിൻ 45 minutes to 1 hour അവിടെ ചെറിയ മന്ദിപ്പ് തുടങ്ങും. കാരണം കഫീൻ്റെ എഫക്റ്റാണ്.
അതുകൊണ്ട് ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ടു അവോയ്ഡ് ബ്ലാക്ക് ടീ ഓർ ബ്ലാക്ക് കോഫി. നമ്പർ 2, ഷുഗറുമായിട്ട് ചേരുമ്പോഴാണ് കഫീന് കൂടുതൽ സെഡേറ്റീവ് എഫക്റ്റ്. അതുകൊണ്ട് കുടിക്കണമെന്ന് നിർബന്ധമുള്ളവർ പരമാവധി മധുരം ഒഴിവാക്കി കുടിക്കാൻ ശ്രമിക്കുക. മധുരം ഒഴിവാക്കാൻ പറ്റാത്തവർ ശർക്കര കൂട്ടി കട്ടൻ കാപ്പിയോ കട്ടൻ ചായയോ കുടിക്കുക. ഏറ്റവും ബെസ്റ്റ് ഗ്രീൻ ടീ, അത് വിത്ത് ഷുഗർ ആയാലും കുഴപ്പമില്ല. അപ്പോൾ രാത്രിയോ രാവിലെയോ ഉറക്കം ഉളയ്ക്കുമ്പോൾ കുടിക്കാൻ പറ്റിയ ബെസ്റ്റ് സാധനം ഗ്രീൻ ടീ ആണ്. നിസ്സാരം 45 രൂപയ്ക്ക് ഒരു പാക്കറ്റ് കിട്ടും. അതൊരെണ്ണം മേടിച്ച് വെക്കിയിട്ട് അങ്ങനെ കട്ടൻ ചായയോ കട്ടൻ കാപ്പിയോ കുടിക്കുമ്പോൾ ഗ്രീൻ ടീ ഒരു ബെസ്റ്റാണ് ഉറക്കം മാറ്റാനായിട്ട്. രാവിലെ പഠിക്കുന്നതാണോ രാത്രി പഠിക്കുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായം ഏബൽ പറയും. ഏബൽ ഒന്ന് പറഞ്ഞ ഏബലെ. അതിൻ്റെ അപ്പുറം ഏബൽ എന്താ അഭിപ്രായം? രാവിലെ പഠിക്കണമാണോ രാത്രി പഠിക്കണമാണോ നല്ലത്? ഇതിന് ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ് ഏബൽ അങ്ങനെ പറയാൻ കാരണം? അതെന്താ രാത്രി പഠിച്ചാൽ കുഴപ്പം? എന്താ അഡ്വാൻറ്റേജ് രാവിലത്തെ? എന്തുകൊണ്ട് ഓർമ്മയിൽ നിൽക്കും? അതെന്താ കാരണം? എന്തോ ഒരു പ്രത്യേകത? ആഹാ, ഇവിടെ ഇരിക്കണ കുറെ പേരൊക്കെ പറയും രാവിലെയാണ് സാധാരണ കൂടുതൽ ഉറക്കം വരുന്നതെന്ന്. ഏബൽ പറഞ്ഞ കറക്റ്റാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മുടെ മനസ്സിൽ കയറിയ ചിത്രങ്ങളും ചിന്തകളും ഒന്നും രാവിലെ ഇല്ല, ഫ്രഷാണ് മൈൻഡ്. അപ്പോൾ പഠിക്കാൻ ഒന്നുകൂടെ നല്ലത്. നമ്പർ 2, ബീറ്റ വേവ്സ് എന്നൊരു സാധനം ബ്രെയിനിൽ നിങ്ങളുടെ വരും രാവിലെ. അത് മെമ്മറി കൂടുതൽ സഹായിക്കുന്ന സാധനമാണ്. 3, ശല്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് രാവിലെ പഠിക്കുന്നത് തന്നെയാണ് നല്ലത്, നിങ്ങൾക്കറിയാം. പക്ഷേ ഇവിടെ ഇരിക്കുന്ന പലരും ചിലപ്പോൾ പറയും സാറേ രാവിലെ എഴുന്നേക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല. രാവിലെ 4 മണിക്ക് തന്നെ നിങ്ങൾ എഴുന്നേക്കണം എന്ന് ഞാൻ പറയുന്നില്ല. 4:30-ക്കെങ്കിലും എന്ന് ഞാൻ പറയുന്നില്ല. 5 മണിക്ക് തീർച്ചയായിട്ടും എന്നും ഞാൻ പറയുന്നില്ല. ഒരു 5:30 മണിക്കെങ്കിലും എഴുന്നേക്കാൻ പാടില്ല. അറ്റ്ലീസ്റ്റ് 5 മണിക്ക് ക്ലാസ് ഉണ്ട്. വെരി ഗുഡ്. അപ്പോൾ 5 മണിക്ക് ഈ രാവിലെ എഴുന്നേറ്റ് ഉറക്കം പോകാനുള്ള മാർഗങ്ങൾ. നമ്പർ 1, മുഖം കഴുകുമ്പോൾ കണ്ണ് തുറന്നു പിടിച്ച് മുഖം കഴുകുക. കണ്ണിലേക്ക് വെള്ളം കയറിയാൽ അപ്പോൾ ഉറക്കം പോകും. കണ്ണിലേക്ക് വെള്ളം കയറ്റുക മുഖം കഴുകുമ്പോൾ. നമ്പർ 1. നമ്പർ 2, ഇതിൻ്റെ അകത്ത് 13 ജോയിന്റുകളുണ്ട് ഈ കൈപ്പത്തിയുടെ അകത്ത്. അതിൽ ഏതെങ്കിലും ഒരു ജോയിന്റിൽ കയറി പിടിക്കുക, ടക്കെന്നൊരു ഞെക്കൽ കൊടുക്കുക. 2-3 സ്ഥലത്ത് ടക്കിങ്ങനെ ഇങ്ങനെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെന്നി പോകും. എവിടെയെങ്കിലും പിടിച്ചാൽ മതി. അപ്പോൾ ചെറിയൊരു സുഖം ഉണ്ടാവും, ചെറിയൊരു അയ്യോ എന്ന് പറയുന്ന അവസ്ഥ വരും. ചിലപ്പോൾ ചെറിയൊരു ഞെക്ക് കൊടുത്താൽ മതി. അടുത്തത് കഴുത്തിൻ്റെ പുറകിൽ 2 മസിൽസ് ഉണ്ട്. ഒന്ന് സ്റ്റെർണോക്ലിഡോ മാസ്റ്റോയിഡ്, 2 ട്രപ്പീസിയസ്. പിടിക്കുക, സ്വന്തം പെടലിക്ക് പിടിക്കുക, അടുത്തിരിക്കുന്ന ആളുടെ അല്ല, സ്വന്തം പെടലിക്ക്. ഓക്കെ, ഈ സൈഡും ഈ സൈഡും. എന്നിട്ട് 2 കൂടെ ചേർത്ത് പിടിക്കുക. ഉറക്കം അവിടെ പോയി കിട്ടും, പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് വരും. 3ാമത്തെ മാർഗം 2 വിരൽ ഇങ്ങനെ എടുക്കുക, ഇങ്ങനെയല്ല ഇങ്ങനെ എടുക്കുക. വിരളി പിടിച്ച് വലിക്കുക, വലിച്ചങ്ങോട്ട് പുറത്തെടുക്കുക. പോരട്ടെ, വലിക്ക്, വലിയോ ആഷിഫ് മുനീർ, ആബിദ് മുനീർ, വലിക്ക്, വലിക്കോട്, പോരട്ടെ കൂട്, പോരട്ടെ. ഇപ്പുറത്തെ മോതിരം ഇട്ടുകൊണ്ട് വലിക്കരുത്, മോതിര വിരലിലെ മോതിരം മാറ്റിയിട്ട് വേണം വലിക്കാൻ. വലിക്കും, ശരിക്കും വലിക്കും. അപ്പോൾ ഈ ജോയിനിലൊക്കെ ഒരു പ്രഷർ വരും, അത് ഒരു റിഫ്ലെക്സ് ആക്ഷൻ ഉണ്ടാക്കും, പഠിക്കാനുള്ള ഇൻട്രസ്റ്റ്. ഏറ്റവും ബെസ്റ്റ് മാർഗം ഇന്ന് നിങ്ങളുടെ തുടക്കത്തിലെ സെഷനിൽ ചെയ്തു തന്നെയാണ്. ടേക്ക് ഡീപ് ബ്രത്ത്. നല്ല ഫ്രഷ് എയർ ജനലയിലൂടെയോ വാൽ തുറന്ന് പുറത്തിറങ്ങാനോ പറ്റുമെങ്കിൽ ഒരു 10 പ്രാവശ്യം ഡീപ് ബ്രത്ത് എടുക്കാമെങ്കിൽ അത്രയും ഓക്സിജൻ അകത്തോട്ട് പോകും, അത്രയും എനർജി നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പം നല്ല ഡീപ് ബ്രത്ത് രാവിലെ എടുത്തു കഴിഞ്ഞാൽ ഉറക്കം കുറച്ച് മാറിക്കിട്ടും. അപ്പോൾ രാവിലെ നമുക്ക് നല്ല ഫ്രഷായിട്ട് പഠിക്കാനും സാധിക്കും. സയൻസ് തെളിയിച്ച ഒരു കാര്യമാണ് പരീക്ഷയ്ക്ക് കയറുമ്പോൾ മിഠായി കഴിക്കണം. ഞാനത് വായിച്ചപ്പോൾ ഞെട്ടിപ്പോയി. പരീക്ഷയ്ക്ക് കയറുമ്പോൾ മിഠായി കഴിയും, അതെന്ത് പരിപാടി അത്? പക്ഷേ സയൻസ് 1600 പേര് വെച്ചിട്ട് 16,000 മൾട്ടിപ്പിൾ കമ്മ്യൂണിറ്റിയിൽ ഒരു കേസ് കൺട്രോൾ സ്റ്റഡി ചെയ്ത് ഇന്ത്യയിലും പുറത്തും തെളിയിച്ച ഒരു കാര്യമാണ് മധുരം നല്ലതാണ് പരീക്ഷയ്ക്ക് മുമ്പ്. കാരണം വേറെ ഒന്നുമല്ല, ഗ്ലൂക്കോസ്. മധുരം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: 1, എക്ലെയറോ ഒട്ടിപ്പിടിക്കുന്ന മിഠായിയോ അല്ല കഴിക്കേണ്ടത്. അത് കഴിച്ചാലോ പരീക്ഷ ഹോൾ വെച്ചിട്ട് അടിച്ചോണ്ടിരിക്കും. അതുകൊണ്ട് നാരങ്ങ മിഠായി പോലെ കടിച്ചാൽ പൊട്ടുന്ന മിഠായി പരീക്ഷയ്ക്ക് മുമ്പ് 2 എണ്ണം കഴിക്കുന്നത് നല്ലതാണ് എന്ന് സയൻസ് തെളിയിച്ചു കഴിഞ്ഞു. അമ്മമാരുടെ ശ്രദ്ധയ്ക്ക് പെൺമക്കൾ ആയിട്ട് ബന്ധപ്പെട്ട ശാരീരികമായ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ ഒരു കാരണവശാലും ഗുളികകൾ വേറെ കൊടുക്കരുത്. അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ബാക്കി ആർക്കെങ്കിലും അസുഖം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആൻറ്റിബയോട്ടിക്, അനാൾജസിക് പരമാവധി ഒഴിവാക്കുക. കാരണം തലേദിവസം കഴിക്കുന്ന മരുന്നിൻ്റെ ഹാങ് ഓവർ പിറ്റേ ദിവസം പരീക്ഷയിൽ ബാധിക്കും. കഴിക്കുകയാണെങ്കിൽ പ്ലെയിൻ പാരസെറ്റമോൾ മാത്രം കഴിക്കുക, കോമ്പിനേഷൻ കഴിക്കാതിരിക്കുക. കാരണം ചില സ്ഥലത്ത് അസിക്ലോഫെനാക്ക് കുറേ നല്ല വേദന പെട്ടെന്ന് കുറയും, വേദന പക്ഷേ പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യങ്ങളുണ്ടാവും. പരീക്ഷയ്ക്ക് മുമ്പായിട്ട് നിങ്ങളുടെ ശരീര പരിശോധനയൊക്കെ ഭംഗിയായിട്ട് നടത്തുക. ഒരു ഡോക്ടറെ കണ്ട് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോയെന്നൊക്കെ ചെക്ക് ചെയ്യുന്ന തെറ്റൊന്നുമില്ല. ഞാനൊരു ദന്ത ഡോക്ടറാണ് കേട്ടോ, പല്ലിൻ്റെ ഡോക്ടർ.
കഴിഞ്ഞ +2 10ാം ക്ലാസ് പരീക്ഷയുടെ വെളുപ്പിന് 2 മണിക്ക് ഒരു കുട്ടീനെയും കൊണ്ട് അച്ഛനും അമ്മയും വീട്ടിൽ വന്നു. സാറേ ഒരു രക്ഷയില്ല സാറേ, ഇവന് നാളെ പരീക്ഷയാണ്, പല്ലുവേദനയും കൊണ്ട് ഒരു നിവൃത്തിയില്ല. ഈ പല്ലിൻ്റെ കേട് തുടങ്ങിയിട്ട് വർഷം കുറയായി. അപ്പോൾ പല്ല് മാത്രമല്ല, നിങ്ങളുടെ ശാരീരികമായിട്ട് വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടോ, മറ്റെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, അപ്പോൾ പരീക്ഷയുടെ സമയം വരുന്നതിന് മുമ്പേ ഒരു മെഡിക്കൽ ചെക്കപ്പ്, ഒരു 150 രൂപ പോയാലും കുഴപ്പമില്ല, ഒരു മെഡിക്കൽ ചെക്കപ്പ്, നോർമൽ വാല്യൂസ്. കുട്ടികളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, BP-യും ഒരു ബ്ലഡ് ടെസ്റ്റൊക്കെ നടത്തി ഹെൽത്ത് ഉറപ്പാക്കുക. ഫീമെയിൽസിൻ്റെ ശാരീരികമായ ഫിസിയോളജിക്കൽ പ്രോസസ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരമൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ അവരുടെ പരീക്ഷാ ഒരുക്കത്തിന് ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ പഠനത്തിൻ്റെ രീതിയിൽ നിങ്ങൾ വരുത്തുന്ന വ്യത്യാസമാണ് ഏറ്റവും വലിയ വ്യത്യാസം. അപ്പോൾ ഒന്ന് കൈയടിച്ച് നോക്കട്ടെ. ഒരു വിരൽ വെച്ച് കൈയടിച്ച്, ഒരു വിരൽ വെച്ച് കൈ. നമ്മുടെ റെയിൻ ക്ലാപ്പ്, ഒരു വിരൽ. 2 വിരൽ, 2 വിരൽ, 3 വിരൽ, 3 വിരൽ, 4, 5. ഉറക്കെ കേൾക്കട്ടെ, ഉറക്കെ. ലൗഡർ. ഭയങ്കര മഴ. ഞാൻ ആക്ഷൻ കാണിക്കുള്ളേ, അതേപോലെ മാറ്റിക്കോളാം. ചന്നം പിന്നെ മഴയാ. ചെറിയ മഴ, വലിയ മഴ, ചെറിയ മഴ, വലിയ മഴ. ഗ്രേറ്റ്. അപ്പൊ ലാസ്റ്റ് 10 മിനിറ്റ്സിലേക്ക് പോവാണ്. റെഡി? ആർ യു റെഡി? തംസ് അപ്പ്. ഇങ്ങനെ പിടിക്കാൻ പറ്റുമോ നോക്കിയേ കൈ. ഇങ്ങനെ. ഒരു സ്ക്രീൻഷോട്ട് എടുക്കാൻ പോട്ടോ. ഇങ്ങനെ. അങ്ങനെ തന്നെ. ഇനി ബട്ടർഫ്ലൈ ഇങ്ങനെ അടിച്ചോട്ടെ. ബട്ടർഫ്ലൈ. എൻ്റെ ഒരു ഫോട്ടോ എടുത്തു. ഓക്കെ, റൈറ്റ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് കാര്യത്തിലേക്ക് കിടക്കാൻ പോവാണ്. റൈറ്റ്. 5 പ്രശ്നങ്ങളാണ് ഒരു സ്റ്റുഡൻറ്റിന് സാധാരണ ഉണ്ടാവാറുള്ളത്. ഇത് മാതാപിതാക്കൾ കൊണ്ടൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണേ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെ. നമ്പർ 1, എനിക്ക് പഠിക്കാൻ താല്പര്യം. കൈ മാറ്റിക്കും. നമ്പർ 1, എനിക്ക് പഠിക്കാൻ താല്പര്യമില്ല. പഠിക്കാൻ താല്പര്യമില്ല എന്നുള്ളവർക്ക് നന്നാക്കാൻ ഒരു മാർഗ്ഗമേ ഉള്ളൂ. ഗോ ഫോർ എ പ്രൊഫഷണൽ കൗൺസിലിംഗ്. ഞാനൊരു സൈക്കോളജിസ്റ്റാണ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ്, ദന്ത ഡോക്ടറോടൊപ്പം, അല്ലെങ്കിൽ ഒരു ഹിപ്നോതെറാപ്പിസ്റ്റാണ്. മനസ്സിൽ നിന്നും നെഗറ്റിവിറ്റി മാറ്റി പഠിക്കാനുള്ള താല്പര്യം കയറ്റണമെങ്കിൽ അച്ഛനും അമ്മയും എത്ര ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല, അവർക്ക് തന്നെ തോന്നണമെങ്കിൽ അവരുടെ മൈൻഡിൽ നിന്ന് ക്ലിയർ ചെയ്യണം. യു നീഡ് എ സൈക്കോളജി കൗൺസിലിംഗ്. കൗൺസിലിങ്ങിന് പോകാമെന്ന് വെച്ചാൽ മാനസിക രോഗമെന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷെ അവരുടെ മനസ്സിലുള്ള നെഗറ്റിവിറ്റി മാറ്റി ലേണിംഗ് ഡിസബിലിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടുപിടിച്ച് ഭംഗിയാക്കാൻ സാധിക്കും. 8ാം ക്ലാസ്സിലുള്ള കുട്ടികളുടെ ചെവി പരിശോധിക്കണം, കണ്ണ് പരിശോധിക്കണം. 8ാം ക്ലാസ് ഞാൻ പറഞ്ഞു, 8ാം ക്ലാസ് മുതൽ. കാരണം ചില കുട്ടികൾ പഠനത്തിന് താഴേക്ക് പോകാൻ കാരണം കേൾവി കുറവാണ്, അത് അവർക്ക് പോലും അറിയില്ല. ചില കുട്ടികൾ പഠനത്തിൽ താഴേക്ക് പോകാൻ കാരണം കണ്ണിൻ്റെ കാഴ്ച കുറവാണ്, അവർക്ക് പോലും ആദ്യത്തെ ഒരു 1.5 കൊല്ലം കഴിഞ്ഞിട്ട് ഈ കാര്യങ്ങൾ അവർക്ക് തന്നെ അയ്യോ കേൾക്കണില്ലല്ലോ, കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണല്ലോ എന്ന് തിരിച്ചറിയുന്ന പിന്നീടാണ്. അതുകൊണ്ട് ഒരു മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ സമയം കിട്ടുമ്പോൾ ഒന്ന് നടത്തിയാൽ നന്നായിരിക്കും. അപ്പം പഠിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഒരു കൗൺസിലിംഗ് നിർബന്ധം. 2ാമത്തെ പ്രശ്നം, പഠിച്ചിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ എന്ത് നല്ല മാർഗമുണ്ട്. മെൻറ്റർ പോലെ നിങ്ങൾ ഇതേപോലെ മെൻറ്റർ ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ നിങ്ങൾ ചേർന്നു എന്നുള്ളത് തന്നെ വലിയൊരു ബ്ലെസ്സിങ് ആണ്. കാരണം ഞാൻ തന്നെ ഒന്ന് സർപ്രൈസ്ഡ് ആയിപ്പോയി. ഇവിടെ സാധാരണ സ്ഥാപനങ്ങൾ ഒരു ഓൺലൈനിൽ ഒരു ക്ലാസ് എടുക്കും, പൈസ മേടിക്കും, പോകും. പക്ഷേ ഇവിടെ നൽകുന്ന ഒരു ഫോളോ അപ്പ്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകുന്ന ഫോളോ അപ്പ്, പഠനത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളവർക്ക് കൊടുക്കുന്ന എക്സ്ട്രാ സെഷൻ, സംശയം ദൂരീകരിക്കാനുള്ള സെഷൻ, നിങ്ങൾക്കൊരു മെൻറ്റർ, നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിനുള്ള സൂപ്പർവിഷൻ, എത്ര സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം ഇവിടെ കൊണ്ടുപോകുന്നത് കാണുമ്പോൾ വലിയ സന്തോഷം. അപ്പോൾ പഠിച്ചിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ നേരെ വിളിക്കൂ, സംസാരിക്കൂ. എനിക്ക് ആ കഴിഞ്ഞ ഫിസിക്സിൻ്റെ ഡെറിവേഷൻ മനസ്സിലായില്ല മാഡം, അതൊന്നോടെ ഒന്ന് പറഞ്ഞു തരാമോ? ഞാൻ 15 കൊല്ലമായിട്ട് ഒരു കോളേജിലെ പ്രൊഫസറാണ്, ഒരു കോളേജിലെ അധ്യാപകനാണ്. എൻ്റെ റൂമിൽ ഒരു സ്റ്റുഡൻറ്റ് വന്നിട്ട് സാർ എനിക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ ഗെറ്റ് ഔട്ട്, ക്ലാസ്സിൽ ശ്രദ്ധിക്കാതെ എന്നിട്ട് വന്ന് സംശയം ചോദിക്കുന്നു എന്ന് ഒരിക്കലും പറയില്ല. എന്തൊരു സന്തോഷമാണെന്നറിയോ ഒരു കുട്ടി ഒന്ന് സംശയം ചോദിക്കുമ്പോൾ, അതിൻ്റെ അർത്ഥം ആൾക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെന്നല്ലേ. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ ടീച്ചറോടോ നിങ്ങളുടെ ട്യൂഷൻ സൈറ്റിലോ അല്ലെങ്കിൽ ക്ലാസ്സിലെ നന്നായിട്ട് പഠിക്കുന്ന ഫ്രണ്ട്സിനോടോ സംശയം ചോദിച്ച് മനസ്സിലാക്കാനുള്ള ഒരു മുൻകൈ എടുക്കണം. അതിലൂടെ ഈ മനസ്സിലായില്ല എന്നുള്ള പ്രശ്നം അവിടെ മാറും. 3ാമത്തെ പ്രശ്നമാണ് ഓർമ്മക്കുറവ്. ഗൂഗിളിൽ എന്തെല്ലാം അടിച്ചു നോക്കിയിട്ടുണ്ട്, യൂട്യൂബിൽ എന്തെല്ലാം വീഡിയോ കണ്ടിട്ടുണ്ട്, ഇതുവരെ ടൈപ്പ് ചെയ്ത് നോക്കിയോ ഹൗ ടു ഇംപ്രൂവ് മൈ മെമ്മറി ചെയ്തു നോക്കണേ. അതിൽ 1-ാം മലയാളം വീഡിയോസ് ഉണ്ട് മെമ്മറി കൂട്ടാൻ. നമ്മുടെ സമയപരിമിതി പോലെ അത് വിശദീകരിക്കാൻ നിവൃത്തിയില്ല. പക്ഷേ ഓർമ്മശക്തി കൂട്ടാനുള്ള ധാരാളം മാർഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, പഠനത്തിന് പറ്റിയത്. ഒരു 4-5 എക്സാമ്പിൾ പറയാം. നമ്പർ 1, പഠിക്കാൻ ഏറ്റവും നല്ല മാർഗം മറ്റുള്ളവരെ പഠിപ്പിക്കുക എന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിലൂടെയോ വീഡിയോ പിടിച്ചോ അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് ഫോണിൽ സംസാരിച്ചോ നേരിട്ടോ, എടാ കെമിസ്ട്രിയിലെ ഈ സംഭവം ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം, നീ ആ ഫിസിക്സിൽ അത് എനിക്ക് പഠിപ്പിച്ചാ,
ആ പഠിപ്പിച്ച കാര്യം പരീക്ഷാ ഹാളിൽ ഓർത്തിരിക്കും. അടുക്കളയിൽ സാമ്പാർ വയ്ക്കുന്ന അമ്മയെ കെമിസ്ട്രിയുടെ ഒരു ടോപ്പിക്ക് പഠിപ്പിച്ചത് പരീക്ഷാ ഹാളിൽ വെച്ച് നമ്മൾ ഓർത്തിരിക്കും. അതാ നേരത്തെ പറഞ്ഞ ഇമോഷനുമായിട്ട് കണക്ട് ചെയ്യാന്ന് പറഞ്ഞത്. അപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾ ഇതേപോലെ മറ്റുള്ളവരിലേക്ക് നമുക്ക് വീണ്ടും വീണ്ടും പഠിപ്പിക്കാൻ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ പഠിക്കാൻ പറ്റിയൊരു മാർഗ്ഗമാണ്. രണ്ടാമത്തെ മാർഗ്ഗമാണ് ലിങ്കിങ് ടെക്നിക്, എന്തെങ്കിലും ആയിട്ട് ബന്ധപ്പെടുക. 1983 ഇന്ത്യക്ക് ആദ്യമായിട്ട് വേൾഡ് കപ്പ് കിട്ടിയത്. ഞാൻ ജനിച്ചത് 2010. അപ്പം ഞാൻ ജനിക്കുന്നതിനും 27 വർഷം മുമ്പാണ് ഇന്ത്യക്ക് വേൾഡ് കപ്പ് കിട്ടിയത്. 27 വർഷം മുമ്പേ ഞാൻ ജനിക്കുന്ന വേൾഡ് കപ്പ് കിട്ടിയത്. പിന്നെ നമ്മൾ മറക്കൂല. ഇതാണ് ലിങ്കിങ് ടെക്നിക്. പഠിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലുമായിട്ട് ബന്ധപ്പെടുത്തുക. അടുത്താണ് പിക്ചറൈസേഷൻ ടെക്നിക്. കാർബൺ ചെന്നിട്ട് ഓക്സിജൻ കിട്ടി 2 ഇടി കൊടുത്തു, അപ്പൊ കാർബൺ ഡയോക്സൈഡ് ഉണ്ടായി. പിക്ചറൈസേഷൻ കിട്ടി, ചിത്രങ്ങളായിട്ട് മനസ്സിൽ കാണുക. ഞാൻ ആ ഹിമാലയത്തിന്റെ കഥ പറഞ്ഞ പോലെ. അപ്പൊ ഇതേപോലെ മെമ്മറി കൂട്ടാനായിട്ട് ധാരാളം മാർഗങ്ങളുണ്ട്. നമ്മുടെ സൗണ്ട് നമ്മൾ തന്നെ കേട്ടാൽ പഠിച്ച കാര്യങ്ങൾ ഓർത്തിരിക്കും. അതിനെന്ത് ചെയ്യണം? ഒന്ന് ഉറക്കെ വായിക്കാം, ഇല്ലെങ്കിൽ ചെവി പൊത്തിപ്പിടിച്ച് വായിക്കാം, ഇല്ലെങ്കിൽ മൊബൈലിൽ റെക്കോർഡ് ചെയ്തിട്ട് വീണ്ടും വീണ്ടും കേൾക്കാം. ബുദ്ധിമുട്ടുള്ള ഫോർമുല, ഡെഫിനിഷൻ, ഡെറിവേഷൻ ഒരു 4 പ്രാവശ്യം ഒന്ന് റെക്കോർഡ് ചെയ്ത് കേട്ട് നോക്കി. നല്ല ഭംഗിയായിട്ട് നമ്മൾ ഓർത്തിരിക്കും. പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളെല്ലാം ഓർത്തിരിക്കും. ഞാനൊരു 8 കൊല്ലം മുമ്പ് ഒരു വേൾഡ് റെക്കോർഡ് സ്ഥാപിച്ചു. മായിൽ തുടങ്ങുന്ന വാക്കുകൾ ഉപയോഗിച്ച് 2 ലക്ഷം വാക്കുകൾ ഉപയോഗിച്ച് 1.5 മണിക്കൂർ പ്രസംഗിച്ചു. അത് ഒരാഴ്ചയും കൊണ്ടാണ് പഠിച്ചത്. എങ്ങനെയാണ് പഠിച്ചത്? എഴുതി പഠിച്ചു, ഭിത്തിയിൽ ഒട്ടിച്ച് പഠിച്ചു, മൊബൈൽ റെക്കോർഡ് ചെയ്ത് പഠിച്ചു, വീണ്ടും വീണ്ടും പറഞ്ഞ് പഠിച്ചു, ബന്ധപ്പെടുത്തി പഠിച്ചു, അർത്ഥം മനസ്സിലാക്കി പഠിച്ചു, വേറൊരാളെ പഠിപ്പിച്ച് പഠിച്ചു. വെരി സിമ്പിൾ. വിഷയം തിരുവോണം, അക്ഷരം മാ. സാമ്പിൾ പറയാം, കേട്ടോണേ. മന്നിടത്തിന്റെ മുക്കിലും മൂലയിലുമുള്ള മുഴുവൻ മലയാളികളും മതിമറന്ന് ആഘോഷിക്കുന്ന മഹോത്സവമാണ് മഹാ തിരുവോണം. മതജാതിയുടെ മതിൽക്കെട്ടുകൾ മറികടന്ന് മാനവ മൈത്രിയുടെ മന്ത്രം മുഴക്കുന്നതിൽ മലയാളക്കരയിലെ മറ്റേത് മഹോത്സവത്തെക്കാൾ മർമ്മപ്രാധാന്യം ഈ മഹാദിനത്തിനുണ്ട്. മഹാലോകരൊന്നായി മാനസികോല്ലാസത്തിൽ മഗ്നരായി മധുരാനുഭൂതിയിൽ മുഴുകുന്ന മുഹൂർത്തങ്ങൾ ഒരുക്കുന്നതിൽ മുന്നിലാണിതെന്ന് മൊഴിയാതിരിക്കാനാവില്ല. മാതാപിതാക്കളും മക്കളും ഒത്ത് മുറ്റത്തിന്റെ മധ്യത്തിൽ മെനക്കെട്ടിരുന്ന് മെനഞ്ഞെടുക്കുന്ന മനോഹരമായ മലർക്കങ്ങൾക്ക് മാവേലിയെ മാനിക്കുന്ന മഹനീയ സ്ഥാനമുണ്ടെന്ന് മൊഴിയാതിരിക്കാനാവില്ല. മല്ലിയും മുല്ലയും മന്ദാരവും മൂക്കുറ്റിയും മാതള മലലുകളും മറ്റും മതിയാവോളം വൃത്തെടുക്കുവാൻ മത്സരിച്ചോടുന്ന മഞ്ജുളാങ്ങുമാർ മുഴുവൻ മേഖലകളും ഉണ്ട്. ഇങ്ങനെ ഒരു 3 ലക്ഷം വാക്കുകൾ ഉപയോഗിച്ചു. അപ്പം നമ്മുടെ ഓർമ്മശക്തിയെ മുമ്പോട്ട് കൊണ്ടുപോകാൻ നമ്മളെ കൊണ്ട് സാധിക്കും. 1 താല്പര്യമില്ലായ്മ, കൗൺസിലിംഗ്. മനസ്സിലാകായിക, സഹായമെടുക്കൽ, ഫ്രണ്ട്സ്, ടീച്ചേഴ്സ്, ട്യൂഷൻ സെന്റർ. 3 ഓർമ്മക്കുറവ്, മെമ്മറി ടെക്നിക്ക് ഇംപ്രൂവ് ചെയ്യുക. 4 പ്രസന്റബിലിറ്റി. നിങ്ങൾ എത്ര നല്ലോണം പഠിക്കുന്ന കുട്ടിയായാലും എത്ര നന്നായിട്ട് ആൻസർ എഴുതിയാലും അത് പ്രസന്റബിലിറ്റി, റീഡബിലിറ്റി വേണം. നല്ല ഭംഗിയായിട്ട് വൃത്തിയായ കൈയക്ഷരത്തിൽ ഫ്ലോ ചാർട്ടുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ സിമ്പിളായിട്ട് അവിടെ പ്രസന്റ് ചെയ്യാൻ സാധിക്കണം. അതിന് എഴുതി പരിശീലിക്കുക എന്നത് മാത്രമേ മാർഗമുള്ളൂ. 5ാമത്തെ പ്രശ്നമാണ് ടൈം മാനേജ്മെന്റ്. 1.5 മണിക്കൂറോ 2 മണിക്കൂറോ ആയിരിക്കും നിങ്ങളുടെ പരീക്ഷ. ആ സമയം കൊണ്ട് നമുക്ക് ഇത്ര ഷോർട്ട് എസ്സേ, ഇത്ര ഷോർട്ട് നോട്ട് തീർക്കാൻ പറ്റണം. അപ്പോൾ ഒരു എസ്സേക്ക് എത്ര സമയമുണ്ട്, ഷോർട്ട് നോട്ട് എത്ര സമയമുണ്ട്, ഷോർട്ട് എസ്സേക്ക് എത്ര, നിങ്ങളുടെ ക്വസ്റ്റ്യൻ MCQ എത്ര സമയമുണ്ട്, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സ്ട്രക്ചർ അനുസരിച്ച് ഓരോന്നിനും എത്ര സമയമുണ്ട് എന്ന് കണക്കാക്കുമ്പോൾ നമുക്ക് ആ ഐഡിയ ക്ലിയർ ആവും. സോ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ പഠിക്കുന്ന രീതിയിൽ ഉണ്ടാക്കുന്ന വ്യത്യാസം നിങ്ങളുടെ ഭാവിയിലേക്ക് നിങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഏറെ സഹായിക്കും. അത്തരത്തിൽ ചിന്തയിൽ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ, ചിന്തകൾക്ക് ചിറക് മുളയ്ക്കട്ടെ. പഠിക്കുന്നത് എനിക്ക് വേണ്ടിയാണ്, ടീച്ചേഴ്സിനോ മാതാപിതാക്കൾക്ക് വേണ്ടിയല്ല എന്ന പൂർണ്ണ മനസ്സോടുകൂടി നിങ്ങൾ തന്നെ സമർപ്പിക്കുമ്പോൾ പരീക്ഷയ്ക്ക് ഒരു ടെൻഷൻ ഉണ്ടാവില്ല, പരീക്ഷയ്ക്ക് ഒരു ഉഴപ്പും ഉണ്ടാവില്ല, പരീക്ഷയെ പേടിയും ഉണ്ടാവില്ല, പരീക്ഷയെ പേടിക്കാതിരിക്കാനും ആവില്ല. സ്ട്രെസ് നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ലതാണ് എന്നാണ് അർത്ഥം. 2 തരത്തിലുള്ള സ്ട്രെസ് ഉണ്ട്. ഒന്ന് ഡിസ്ട്രെസ്, അതാണ് ചീത്ത സ്ട്രെസ്. അയ്യോ ഞാൻ പഠിച്ചത് വരുമോ, അയ്യോ ഞാൻ തോക്കുമോ, അയ്യോ ഞാൻ ഓർത്തിരിക്കുമോ, അതിനെ മാറ്റുക. സ്ട്രെസ്, അയ്യോ പരീക്ഷ വരുന്നുണ്ട്, നന്നായിട്ട് പഠിക്കണം. യെസ്, ചെറിയൊരു സ്ട്രെസ് വേണം. ആ സ്ട്രെസ്സാണ് നമ്മളെ പഠിക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പം നിങ്ങളുടെ പഠനത്തിൽ പുതിയ മാർഗങ്ങൾ പരീക്ഷിക്കുക, നിങ്ങളിൽ തന്നെ പുതിയ ഇന്നോവേഷൻസ് കൊണ്ടുവരിക. വുഡ്സ് ആർ ലവ്ലി, ഡാർക്ക് ആൻഡ് ഡീപ്, ബട്ട് ഐ ഹാവ് പ്രോമിസസ് ടു കീപ്, മൈൽസ് ആൻഡ് മൈൽസ് ഗോ ബിഫോർ ഐ സ്ലീപ്. ഇത് ആര് പറഞ്ഞെന്നറിയോ? റോബർട്ട് ഫ്രോസ്റ്റ് പറഞ്ഞതാണ്. അതിൻ്റെ മലയാള പരിഭാഷ പാടിക്കൊണ്ട് ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഈ സന്ദേശം നിങ്ങൾക്കുള്ളതാണ്. മനോഹരം മഹാവനം ഇരുണ്ടഗാധമെങ്കിലും അനേകമുണ്ടു കാത്തിടേണ്ട മാമക പ്രതിജ്ഞകൾ അനക്കമറ്റ നിദ്രയിൽ ലയിപ്പതിനു മുന്നിലായി അനൽപദൂരമുണ്ട് എനിക്ക് അവിശ്രമം നടക്കുവാൻ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 50, 60, 70 വർഷം ഇനിയും ഈ ഭൂമിയിൽ നിങ്ങൾക്ക് സമൂഹത്തിൽ തല ഉയർത്തി ജീവിക്കേണ്ടതാണ്. അതിനുള്ള പ്രയത്നം, ആ അധ്വാനം ആരംഭിക്കാനുള്ള സമയത അതിക്രമിച്ചിരിക്കുന്നു. വിഷിംഗ് യു ഓൾ ദ ബെസ്റ്റ്. ഐ വിഷ് യു ഓൾ ഓഫ് യു കം ഔട്ട് ഇൻ ഫ്ലൈയിങ് കളേഴ്സ്. നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങളെ
പ്രവൃത്തിപഥത്തിൽ എത്തിക്കുവാനായിട്ടുള്ള ശ്രമം കൂടി നടത്തണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കഴിഞ്ഞ 1.5 മണിക്കൂറോളം നിങ്ങൾ തന്ന ക്ഷമാപൂർവമായ കാതുകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് മെന്റർ ബിക്ക് ഒരു ബിഗ് സല്യൂട്ട് അർപ്പിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം. സിവി പുലയർ സൈനിങ് ഓഫ്. താങ്ക് യു വെരി മച്ച്. മക്കളെ, സാറ് പറയുന്നത് പ്രോപ്പറായിട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു ടാറ്റാ രാമോടെ സ്ക്രീനിൽ സാറ് പറയുന്നത് പ്രോപ്പറായിട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു ടാറ്റാ രാമോ. മക്കളെ ആരും ലീവ് ചെയ്യരുത്. ഒരു 5 മിനിറ്റ് കൂടി കേട്ടോ, ആരും ലീവ് ചെയ്യല്ലേ. യെസ്. ഓക്കെ മക്കളെ, എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ സെഷൻ? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നില്ലേ? പിന്നല്ല, ഫുൾ പവറിലാണ്. അതാ ഇവിടെ ഇരിക്കുന്ന സാറുമാരടക്കം എല്ലാ ടീച്ചേഴ്സും ഏറ്റവും ഉഷാറായിട്ട് അടിപൊളിയായിട്ട് നിങ്ങളോടൊപ്പം ക്ലാസ്സുകൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സോ സിവി സാറിന് വേണ്ടി ഒരു അടിപൊളി കയ്യടി നമുക്ക് ഈ ഒരു സെഷനിൽ എന്തായാലും കൊടുക്കണം. എല്ലാ കുഞ്ഞുമക്കളും ഒരു കിഡിലൻ കയ്യടി. ഓക്കെ, യെസ്, അടിപൊളി, സൂപ്പർ. ആ കയ്യടിയിലുണ്ട് ആ സന്തോഷം, ആ സ്മൈൽ. യെസ്, അടിപൊളി. സോ എന്തായാലും ഒരുപാട് ടിപ്സ് അതേപോലെ തന്നെ ഒരുപാട് ട്രിക്സ് ഒക്കെ സാറ് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഒരുപാട് ചേഞ്ചസ് തീർച്ചയായിട്ടും ഇന്നു മുതലുള്ള നിങ്ങൾ ഓരോരുത്തരുടെയും സ്റ്റഡി പാറ്റേണുകളിലൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത് തീർച്ചയായിട്ടും എല്ലാ കുഞ്ഞുമക്കളും മെന്റർ ബിയുടെ ഈ ഒരു സ്മൈൽ പ്രോഗ്രാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് ഈ ഒരു മൊമെന്റിൽ കൊണ്ടുവരാൻ വേണ്ടി തന്നെയാണ് മെന്റർ ബി അറേഞ്ച് ചെയ്തത്. ഓക്കെ, സോ ആ ഒരു ഹാപ്പിനെസ് എന്നും ലൈഫിൽ കീപ്പ് ചെയ്യുക. സാർ പറഞ്ഞ ഓരോ കാര്യങ്ങളും തീർച്ചയായിട്ടും ഒത്തിരി നിങ്ങളുടെ സ്റ്റഡീസിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഓക്കെ, അപ്പൊ എന്തായാലും ഇത്തവണത്തെ ബോർഡ് എക്സാം എന്ന് പറയുന്നത് ഏറ്റവും മികച്ച നമ്മളുടെ മാക്സിമം സ്കോറിലേക്ക് തന്നെ, നമ്മളുടെ ടോപ്പ് സ്കോറിലേക്ക് തന്നെ നമ്മൾ അച്ചീവ് ചെയ്യും. അത് ഉറപ്പാണ്. ആ ഉറപ്പ് ഞങ്ങളുണ്ട്. എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങളുടെ കൂടെ ഏറ്റവും മികച്ച ടീച്ചേഴ്സിന്റെ ടീം മെന്റർ ബി നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. നമ്മൾ ഒരുമിച്ചായിരിക്കും നേരിടാം. നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കില്ല. ഒരു കാരണവശാലും നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കില്ല. നിങ്ങളുടെ കൂടെ ത്രൂ ഔട്ട് ഞങ്ങളും ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾ ഒരുമിച്ച് അടിച്ചു പൊളിക്കല്ലേ? പിന്നെ അല്ല. ഓക്കെ, സൂപ്പർ. ഓക്കെ, ആർക്കെങ്കിലും ഒക്കെ സിവി സാറിന് താങ്ക്സ് പറയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് റേസ് ഹാൻഡ് ചെയ്യാം. ഓക്കെ, എല്ലാ കുഞ്ഞുമക്കളും ആർക്കെങ്കിലും ഒക്കെ സാറിന്റെ അടുത്ത് നിങ്ങളുടെ താങ്ക്സ് അറിയിക്കണമെങ്കിൽ ജസ്റ്റ് എല്ലാവരുടെ അടുത്തും അൺമ്യൂട്ട് ചെയ്യാനുള്ള ടൈം സാറിനില്ല. അപ്പോ ജസ്റ്റ് ഒന്ന് ഞാൻ അൺമ്യൂട്ട് ചെയ്യാം. യെസ്, അമാൻ എന്താണ് പറയാനുള്ളത് ഇന്നത്തെ സെഷനെ പറ്റി? ഓക്കെ, സൂപ്പർ. ദെൻ അടുത്ത ആരാണ് സാറേ? യെസ്, നിഹാരക്ക് എന്താ പറയാനുള്ളത്? സാർ എന്റെ വിരൽ മുട്ടിയില്ല. ഇത് വല്ലാതെ ശരിയായില്ലേ? ഓക്കെ, അത് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഓക്കെ, പവതിക്ക് എന്താ പറയാനുള്ളത്? ഉള്ള സമയത്ത് ഞാൻ പഠിക്കും, പക്ഷെ സെഷനൊക്കെ കയറിയപ്പോൾ എന്റെ സ്ട്രെസ് ഒക്കെ മാറ്റിയിട്ടുണ്ട്. ഓ, സൂപ്പർ. സാർ ഇതെല്ലാം കേൾക്കുന്നുണ്ട്. ഓക്കെ, എനിവേ സൂപ്പർ, താങ്ക് യു. ദെൻ അദ്വൈത് നിങ്ങൾ പറയുന്നതൊക്കെ സിവി സാറും കൂടി കേൾക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, യെസ്, അദ്വൈത് എന്താ പറയാനുള്ളത്? വളരെ താങ്ക് യു ഇത്ര ക്ലാസ് തന്നതിന്. പിന്നെ സാർ പേഴ്സണൽ കൺസൾട്ടേഷൻ സാറിന്റെ നമ്പറും കൂടി ഒന്ന് തരാൻ പറ്റുമോ? ഓക്കെ, തീർച്ചയായിട്ടും. ഓക്കെ മക്കളെ, യെസ്, ഇനി ആരാണ് സാർ? ആരാണ്? സംരി. യെസ്, സംരി എന്താ പറയാനുള്ളത്? മക്കളെ എല്ലാവരും അൺമ്യൂട്ട് ചെയ്യുന്നില്ലേ?
സർ താങ്ക് യു. ഓ ഓക്കെ 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 സാറ് കേൾക്കുന്നുണ്ട്. ഓക്കെ റൈറ്റ് നോ സ്ക്രീനിൽ ഇല്ല എന്നുള്ളൂ. സിബി സാറ് കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ മക്കളെ, ഇനി ആരാണ്? യെസ് നീയൊക്കെ എന്താ പറയാനുള്ളത്? എങ്ങനെയുണ്ടായിരുന്നു സെഷൻ? താങ്ക് യു സിവി സർ. ഞാൻ എപ്പോഴും ഇങ്ങനെ സ്ട്രെസ് അടിച്ചിരിക്കാറുള്ളത്, ലൈക്ക് എക്സാമിനുണ്ടെങ്കിലും പേപ്പറാണ് സ്ട്രെസ്. ഇപ്പം എനിക്ക് കോൺഫിഡൻസ് കിട്ടിയ പോലെ ഉണ്ട്, ലൈക്ക് എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്. സൂപ്പർ. താങ്ക് യു സോ മച്ച്. ഓക്കെ 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 താങ്ക് യു ഡിയർ. ഓക്കെ അപ്പൊ എല്ലാ കുഞ്ഞുമക്കളുടെ അടുത്തും ഇപ്പോ യെസ് എബിൻ എന്താ പറയാനുള്ളത്? നല്ല ക്ലാസ് ആയിരുന്നു. എനിക്ക് വീഡിയോ മൊത്തം വായിച്ചറിഞ്ഞേ. ഓക്കെ ഓക്കേടാ ഓക്കെ 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 മക്കളെ, എന്തായാലും സാർ ഇപ്പൊ എല്ലാവരും അൺമ്യൂട്ട് ചെയ്യാനുള്ള ഒരു ടൈം സാറിനില്ല. അപ്പൊ എല്ലാ കുഞ്ഞുമക്കൾക്കും താങ്ക് യു സോ മച്ച്. അപ്പോ ഇനിയിപ്പോ നാളത്തെ എല്ലാ പാരന്റ്സിനും എല്ലാ കുഞ്ഞുമക്കൾക്കും താങ്ക് യു സോ മച്ച്. അപ്പോ നാളത്തെ കാര്യങ്ങൾ മറക്കണ്ട. നാളെ നമുക്ക് റെഗുലർ ക്ലാസ്സുകൾ ഉണ്ടാവും. നമ്മളെ റിവിഷൻസ് ഒക്കെ വീണ്ടും ഓൺ ആവാൻ പോവാണ്. അപ്പോ അടിപൊളിയായിട്ട് മൈൻഡിനെ ഫുൾ അങ്ങോട്ട് സെറ്റ് ആക്കുക. ഓക്കെ യെസ് ഓക്കെ. അപ്പൊ എല്ലാ കുഞ്ഞുമക്കൾക്കും താങ്ക് യു സോ മച്ച്. ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്. യെസ്.